രാവിലെ തന്നെ ദാമക്കുട്ടി അത് തേങ്ങാപ്പൂള് നിന്നു. തേങ്ങാവെള്ളം വേണമെന്നും പറഞ്ഞായിരുന്നു രാവിലെ. അച്ഛൻ തേങ്ങ പൊട്ടിച്ചു വന്നപ്പോൾ വെള്ളം മുഴുവൻ പോയി. ഏതൊക്കെ തേങ്ങ കിട്ടിയത് തന്നെ ഭാഗ്യപ്പൊടിയിലോട്ട് പോകാതെ ഇവിടെ വെച്ചിടിച്ചാ പൊട്ടിച്ചത്. അച്ഛയാന്ന് തേങ്ങ പൊട്ടിക്കാൻ നല്ല വശമല്ല. തേങ്ങയുടെ ഷേപ്പ് ഉണ്ടോ? പൊട്ടിച്ചു വന്നപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹിമാചലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ലഡാക്ക് യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ കെയ്ലോങ്ങിനടുത്താണ്. അപ്പോൾ നമ്മൾ ലഡാക്ക് എല്ലാം കറങ്ങിയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് കെയ്ലോങ്ങിന് ഒരു 5 കിലോമീറ്റർ ദൂരവും കൂടെ ഉള്ളൂ. അപ്പോൾ ഇന്നലെ നമ്മളിവിടെ വണ്ടി ഒതുക്കിയിട്ടിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ ഇതുകൊണ്ട് ഇന്നലെ രാത്രിയിൽ ഒത്തിരി വണ്ടി ഉണ്ടായിരുന്നു. ഇവിടെ ലോറികൾ തന്നെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വെളുപ്പിനെ എണീറ്റ് പോയി. അത് ഈ ഒരു വണ്ടിയും കൂടെ ഉള്ളൂ. ഇനി ബാക്കി എല്ലാ വണ്ടിയും പോയി. പുള്ളിക്കാരനും പോകാൻ തുടങ്ങുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ ഒന്നേ ഉള്ളൂ, -2 വരെ വരുമായിരുന്നു. രാത്രി വെളുപ്പിനെയൊക്കെ -2 പിന്നെ കൂടിപ്പോയ ഒരു 4 വരെ ടെമ്പറേച്ചർ ഉള്ളൂ ഇവിടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ലഡാക്കിലെ മഞ്ഞുമലകളൊക്കെ ആയിരുന്നു കണ്ടത്. ഇപ്പോൾ ഇതേ ഹിമാചൽ പ്രദേശിലെ മഞ്ഞുമലയൊക്കെ കാണുന്നത്. അതല്ല, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഒരു പച്ചപ്പേ കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് നോക്കി, ഇവിടെ ഇട്ട് വന്നപ്പോൾ നല്ല പച്ചപ്പായി എല്ലായിടത്തും. അപ്പോൾ ഇവിടെ മൈനസ് ആണെങ്കിലും എല്ലാവരുടെയും ക്ഷീണമൊക്കെ കുറഞ്ഞു. കഴിഞ്ഞ ദിവസമൊക്കെ പാങ്ങിലൊക്കെ നമ്മൾ കിടന്നപ്പം അവിടുത്തെ തണുപ്പൊന്നും നമുക്ക് സഹിക്കാൻ പറ്റുന്നത്. ഭയങ്കര കട്ടിയാണ് ഇവിടുത്തെ തണുപ്പിന്. പക്ഷേ ഇവിടെ അത്രയും പ്രശ്നമില്ല നമുക്ക്. കെയ്ലോങ് സമുദ്രത്തിൽ നിന്നും 11,100 അടി ഉയരത്തിലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിലാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ലഡാക്കിൽ കർദുംഗ്ലയൊക്കെ ചെന്നപ്പോൾ സമുദ്രത്തിൽ നിന്നും 18,000 അടി ഉയരത്തിലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ ഭയങ്കര തലവേദനയും ശ്വാസം മുട്ടലും ഒക്കെ നമുക്കുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഒന്നും ആ പ്രശ്നമേ ഇല്ല, നല്ല ഇതായി. അപ്പോൾ മിനിങ്ങാന്ന് നമ്മൾ കിടന്നത് ലഡാക്കിലെ പാങ്ങിലായിരുന്നു. അവിടെ 15,400 അടി ഉയരമായിരുന്നു. അപ്പോൾ അവിടെ കിടന്നിട്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒന്നും നല്ലപോലെ ഉറങ്ങിയില്ല. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മുത്തിനും കുഞ്ഞിക്കിളിക്കും എനിക്കും സൂര്യക്കും എല്ലാവർക്കും അതായിരുന്നു. തലവേദനയായിരുന്നു മെയിനായിട്ട് പ്രശ്നം. പിന്നെ ചെറിയ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഛർദ്ദിക്കാൻ വരും അത്. പക്ഷേ ഇന്നലെ ഏതൊക്കെയായാലും നല്ലപോലെ ഉറങ്ങാൻ പറ്റി എല്ലാവർക്കും. അവിടെ അതേപോലെ തന്നെ -7 ആയിരുന്നു ടെമ്പറേച്ചർ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇന്നലെ -2 പറഞ്ഞാലും നമുക്ക് അത്രയും ഫീൽ ചെയ്യില്ല. വലിയൊരു വൈകിട്ട് തണുപ്പേ തോന്നിയില്ല. അത്രേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ തണുപ്പിന് വല്ലാത്തൊരു കട്ടിയാണ്, ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാനും അത് ഇന്നലെ അവിടെ മിനിങ്ങാന്ന് കിടന്നപ്പോൾ നല്ലപോലെ ഉറങ്ങിയില്ല. അതുപോലെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഷേപ്പൊക്കെ മാറി. നമ്മുടെ വണ്ടിയുടെ ഈ സൈഡ് ബമ്പർ 2 സൈഡും തട്ടി. ഇതുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മളെ ലഡാക്കിൽ കൂടെ അത്രയും സ്ഥലത്തൂടെ വന്നിട്ടും പ്രശ്നമില്ലായിരുന്നു. ഇന്നലെ വന്ന വഴിക്ക് ഇത്രയും തട്ടിയതല്ലേ, പാങ്ങിന്ന് വന്ന വഴിക്ക്. അതെ, ബമ്പർ 2 സൈഡും തട്ടി. ഈ സൈഡ് പക്ഷേ പെയിന്റ് പോയതേ ഉള്ളൂ. അതെ, ആ സൈഡ് നല്ലപോലെ പറ്റിയത്. കല്ലിനെ തട്ടി പെയിന്റ് പോയതേ ഉള്ളൂ. പക്ഷേ ഈ സൈഡ് അങ്ങനല്ല. ഈ സൈഡ് ഇച്ചിരി ഫൈബറെല്ലാം പൊട്ടിപ്പോയി. വണ്ടി തട്ടുമ്പോൾ തന്നെ എന്തോ ഒരു വിഷമം, നമ്മുടെ ദേഹത്ത് തട്ടുന്ന പോലെ. പക്ഷേ അത്രയും മോശം വഴിക്ക് ഇത്രയും വലിയ വണ്ടിയും കൊണ്ട് പോയിട്ട് ഇതല്ലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ സമാധാനിച്ചാൽ മതി. നമ്മുടെ ഈ വണ്ടി ഓഫ് റോഡ് കൊണ്ടുപോകാൻ കേട്ടോ. അതെ, പുള്ളിയുടെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ആ ക്യാബിനൊന്ന് മറിക്കാൻ കൂടാൻ. അതെ, പുള്ളിയുടെ ബാറ്ററി ഡൗൺ ആയിപ്പോയ. പുള്ളിയുടെ അതിനെ ഓൾട്ടർനേറ്ററിന് കംപ്ലൈൻറ്റാണ്. പുള്ളി തന്നെ ഓൾട്ടർനേറ്റർ അഴിച്ചുകൊണ്ട് പോവാ. ഇലക്ട്രീഷ്യൻ്റെ അടുത്തോട്ട്. എന്നിട്ട് ബാറ്ററിയും കൂടെ കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതിയെന്ന്. ഓൾട്ടർനേറ്റർ കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ ശരിയായിരിക്കും. ഇന്ന് രാത്രി കൊണ്ടുവന്ന് നിർത്തിയപ്പം ഓൾട്ടർനേറ്റർ കംപ്ലൈൻ്റ് ആയിട്ടായിരിക്കും ഇവിടെ കൊണ്ട് നിർത്തിയത്. അപ്പോൾ എല്ലാ പണിയും പഠിക്കണമല്ലോ. ഇങ്ങനെയാണെങ്കിൽ വണ്ടി കൊണ്ട് നടക്കാം. അത് ശരിയാ. പുള്ളി തന്നെ ഓൾട്ടർനേറ്റർ അഴിക്കുക കണ്ടോ. അപ്പോൾ ഇന്നലെ തൊട്ട് നമ്മുടെ കൂടെ 2 പേരും കൂടെ ഉണ്ട്, നമ്മുടെ നാട്ടുകാർ. അക്ഷയും പിന്നെ അശ്വതി. അപ്പോൾ ഇവർ ഇന്ത്യ, നേപ്പാൾ ഒക്കെ കറങ്ങിയിട്ടുണ്ട്. ഭൂട്ടാന്. ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും ആയോ? എല്ലാ സ്റ്റേറ്റും കവർ ചെയ്തു ഓൾമോസ്റ്റ്. കൊള്ളാം, അടിപൊളി. നമ്മുടെ ഈസ്റ്റ് സൈഡിൽ കൂടെ കയറിയിട്ട് വെസ്റ്റ് സൈഡിൽ കൂടെ തിരിച്ചിറങ്ങി വന്നു. അപ്പം മൊത്തം ഇപ്പോൾ എത്ര ദിവസമായി തന്നെ? 61 ദിവസമായി. ഓ, 61. അതുകൊണ്ടാണ് ഇന്നലെ ഫുഡ് വന്നപ്പോൾ സ്വർഗം കിട്ടി. ഒന്നും വേണ്ട. അപ്പം രാവിലെ എല്ലാവരോടും ഓരോ കടുങ്കാപ്പി കുടിച്ചു. അപ്പോൾ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിച്ചിട്ട് പോവാം. അതെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. ചായയും കുടിച്ചിട്ട് പോവാം. എല്ലാം കഴിച്ചിട്ടേ ഉള്ളൂ. പറ്റോടെ ഉച്ചയൂണൂടെ കഴിച്ചിട്ടോ. നിങ്ങളൊപ്പം കൂടാൻ പറ്റും. ബസ് ആയതുകൊണ്ടാണ്. കാറൊക്കെ ആണെങ്കിൽ നമുക്ക് ഒപ്പം പിടിച്ചു തരാൻ പറ്റും. ബസ് പതിയല്ലേ. ഞങ്ങൾ പതുക്കെ പോവുള്ളൂ, നിങ്ങളെ മുന്നേ പോവുള്ളൂ. നമുക്ക് ഏതിലൂടെ വേണമെങ്കിൽ പോവാലോ. അതെ, കുഞ്ഞിക്കിളി എണീറ്റ് വന്ന് പല്ലൊക്കെ തേക്കുന്നേ ഉള്ളതേ. രാവിലെ എണീക്കണ്ടേ? പക്ഷേ ഒരു കടുങ്കാപ്പി കുടിക്കായിരുന്നല്ലോ. വേണ്ട, രാവിലെ എന്തെങ്കിലും മതി. കഞ്ഞി മതിയോ? താഴെ കൂടെ കണ്ടോ വഴി കണ്ടോ? ഒരു പാലമൊക്കെ ഉണ്ടോ? ഇപ്പോൾ ഉള്ള വഴി കൂടെയൊക്കെയാണ് നമ്മൾ വന്നത്. ഇത് ചെറിയ വഴി കേട്ടോ. ഗ്രാമത്തിലേക്ക് വീടുകളുണ്ട്. അങ്ങോട്ടുള്ള വഴിയായിരിക്കും അത്. മേളിലോട്ട് നോക്കിയേ, മഞ്ഞിറങ്ങി വരുന്നേണ്ടോ?
ദാംകുട്ടി ഇന്നലെ വൈകിട്ടേ കഞ്ഞി കുടിക്കാതെ കിടന്നു. അതുകൊണ്ട് രാവിലെ എണീറ്റപ്പോൾ നല്ല വിശപ്പ്. കഞ്ഞിയൊക്കെ ചോദിച്ച് മേടിച്ച് കഴിക്കുക. കഞ്ഞിയും പയറും തായോ. സ്വപ്നം കണ്ടോ? ഇങ്ങനെ നോക്കിയേ, ഇവിടെ നോക്കാൻ. ദാമക്കുട്ടി എവിടെ പോവാ? എവിടെ പോവാ? ആ വീട്ടിൽ പോവാ. ലഡാക്ക് ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. വീട്ടിൽ പോവാ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചായ ബ്രോയുടെ വകയാന്ന് തോന്നുന്നു. സഹായിച്ചതേ ഉള്ളോ? ഞങ്ങളോർത്ത് വലിയ പ്രതീക്ഷിച്ച് ഞങ്ങൾ. അറിയാനൊന്നുമില്ലല്ലോ. ഈസി. രാജേഷ് ബ്രോയുടെ വക കഞ്ഞി. ഉണ്ടോ? എന്തോ പെട്ടെന്ന് കഞ്ഞി റെഡിയായി. വേണമെന്നുണ്ടാക്ക്. ചൂടായി അല്ലേ? കടുക്, കറിവേപ്പില, വറ്റൽമുളക്, സവോള, ഇഞ്ചി, പച്ചമുളക്. അല്ല കയ്യാൾ വേണമെന്ന് അടുത്ത് ഉപ്പിട്. അയ്യോ ഈ ഉപ്പ് ഇവിടെ ഇരിക്കുവായിരുന്നു. എന്നിട്ടാണ് എന്നെ കുറ്റം പറയുന്നത്. അത് നല്ലപോലെ നോക്കാനിട്ടില്ല, ഇതിനകത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചിരണ്ടിയത് കൂടെ ചേർക്കാം. മൊത്തം ഇട്ടേക്കട്ടെ. അപ്പോൾ സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഇന്നുണ്ടാക്കുന്നത്. കൂടി പോയില്ല, ഇളക്കിയോ? ഇതോടെ ഇട്ടേക്കാം. ഇവിടെ ചാടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യാൻ. ഗോതമ്പിന് വേദന എടുക്കും, നല്ല ഇളക്ക്. അതാണ് ചട്ടിക്കകത്ത് വെളിയിൽ ചാടി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണ്ടേ? കുഞ്ഞിക്കിളിക്ക് കഞ്ഞി മതി, ഉപ്പുമാവ് വേണ്ടേ? കഞ്ഞി വേണ്ടെന്നല്ല, റൊട്ടി മതി എന്ന് പറഞ്ഞ ആളാ കുഞ്ഞിക്കിളി. ഓ പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ബിരിയാണിയൊക്കെ കിട്ടി എന്നെ താഴോട്ട്. ബിരിയാണി ഉച്ചയ്ക്ക് കഴിക്കാം. ഉച്ചയ്ക്കോ? രാവിലെ കഞ്ഞി മതി. പക്ഷെ എന്നാലും ഇത് ചായക്കൊച്ച ഇവിടെ നല്ല ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അത് ശാലം കഴിക്കത്തില്ലായിരുന്നോ? ചായക്കൊച്ച മിക്കവാറും റൊട്ടി ആക്കും, മിക്കവാറും ഉപ്പുമാവ്. ചായക്കൊച്ച മിക്കാതെ ഉപ്പുമാവ് റൊട്ടി ആക്കുന്നു കേട്ടോടാ. ഇതിന് കറിയൊന്നും വേണ്ട, തേങ്ങ ഉപ്പുമാവും മതി. ഞാൻ ഇച്ചിരി പഞ്ചസാര തരാം. അതെ, ഇളക്കിക്കോ. അതൊക്കെ ഇച്ചിരി തേങ്ങ വീഴാനുണ്ട്. പൊട്ടച്ചാരായ ഒഴിച്ച് കൊട്ടാരം നട്ടിച്ചെന്ന് പറഞ്ഞാൽ ചായ തിളച്ചാടി. നിറച്ചുള്ളതുകൊണ്ട് എൻ്റെ കുഴപ്പമില്ല കേട്ടോ. ഞാൻ അന്നേരം പൊക്കി തന്നത്തേന് ചാടി. എന്നും കാപ്പിയില്ലായിരുന്നു, എന്നും ചായ ആക്കിയതാണ്. അതുകൊണ്ട് അത് തിളച്ച് അടിപ്പോവുകയും ചെയ്തു. ചായ തണുപ്പായതുകൊണ്ട് അധികം അടിക്കുന്നില്ല. അകത്ത് വെച്ച് അടിച്ചാൽ ചിലപ്പോൾ അവിടെ വീഴും. അതുകൊണ്ട് മതി, വെളിയിൽ നല്ല തണുപ്പാ. ഉപ്പുമാവിന് പഴമില്ല, അതുകൊണ്ട് പഞ്ചസാരയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. മതി. പിന്നെ ചായ. അപ്പോൾ ചായ ഇതേ ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുക. കയ്യിലോട്ട് ഒന്നല്ല ഇവിടെ വെക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കഴിക്കുക, ചായ ഒന്ന് എടുത്ത് കുടിക്കുക. ഉപ്പുമാവ് വേണോ? മഴയില്ലാതെ സാറിന് ഉപ്പുമാവ് കഴിക്കാറില്ലാത്ത കഞ്ഞി പിടിച്ചോ. പ്രത്യേക സാഹചര്യത്തിൽ പിന്നെ പഴങ്കഞ്ഞിയുണ്ട്, അവന് പഞ്ചസാര വേണ്ട. ഒരു കസേര ഇങ്ങോട്ട് ഉപ്പുമാവ് ഹലോ അഡ്ജസ്റ്റ് ചെയ്യാം. ഉപ്പുമാവ് വേണ്ടേ? ഉപ്പുമാവ് കഴിക്കാൻ കഴിയല്ലായിട്ടാ കഞ്ഞി കുടിച്ചത്. ഞാൻ ചായക്കൊച്ച ഞാൻ ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞിട്ടാണോ? ഇത് അമ്മാതിരി ഉപ്പുമാവല്ല, എപ്പോഴും ഒന്നും കിട്ടത്തില്ല, വല്ലപ്പോഴും കിട്ടുള്ളൂ കേട്ടോ. സ്പെഷ്യല്. ഇത് ടേസ്റ്റാന്നറിയോ? വേണമെങ്കിൽ ഒന്ന് ഒരിത്തിരി കഴിച്ചു നോക്കിപ്പോ. ഇവിടുന്ന് മാത്രമേ കിട്ടുള്ളൂ, ഇവിടുന്ന് പോയി കിട്ടൂല. അതെ. സമയം 10:30 എന്നിട്ട് നല്ല തണുപ്പുണ്ട്. അപ്പോൾ എല്ലാവരും പോകാനൊക്കെ ആയിട്ട് റെഡിയായി. കുഞ്ഞിക്കണ്ണ ജനറേറ്ററൊക്കെ ഓഫ് ചെയ്യുക. വണ്ടിയിൽ എന്നാ പൊടിയാന്ന് നോക്കി, എപ്പിടി പൊടിയാ. നിങ്ങൾ എത്ര ദിവസത്തെ പ്ലാനില്ലേ ഇറങ്ങിയത്? അങ്ങനെയൊന്നും 70-80 ദിവസം പ്ലാൻ ഉണ്ടായിരുന്നു. ആണോ? അപ്പോൾ ഇപ്പോൾ 61 ദിവസമല്ലേ ഉള്ളൂ. വീട്ടിൽ ചെല്ലും. പ്ലാൻ ഉണ്ടായിരുന്നു, പോകൂലായിരുന്നു. ജോലിയും ഫണ്ടിങ് ഇഷ്യൂ കാരണം വണ്ടി കയറ്റി വിടാൻ താല്പര്യമില്ല, ഓടിച്ചോണ്ട് തന്നെ പോകണം. അത് ശരിയാ, അതാ അതിൻ്റെ ഒരു. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇടയ്ക്ക് കാണാം എവിടെയെങ്കിലൊക്കെ വെച്ച് നമ്പറാ സൂക്ഷിച്ചു പോവാ. ഇവിടുന്ന് എല്ലാവർക്കും ഫോട്ടോ എടുത്ത് തരാം. മഴ ചാറാൻ തുടങ്ങി. ഇനിയിപ്പോൾ സ്നോഫോളൊന്നും കിട്ടുമെന്ന് നോക്കണ്ട. സ്നോഫോൾ വേണ്ട, മഴ ഇങ്ങനെ തുള്ളി വീഴാൻ തുടങ്ങി. പെട്ടെന്ന് ഇവിടുന്ന് അങ്ങ് പോവാം. അല്ല പറയാൻ പറ്റില്ല, അങ്ങോട്ടെല്ലാം ഇവിടെ കിട്ടിയാലോ അല്ലേ? അങ്ങോട്ടേ നല്ല മഴക്കാറ്. എന്നാൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കി. ഇങ്ങോട്ട് നല്ല തെളിവാ, അതുകൊണ്ട് നല്ല തെളിവാ. മുന്നോട്ട് മഴ കാണുകയില്ല. ബൈ. ഓക്കെ.
ഇപ്പോഴേ ചായ് ബ്രോയും രാജേഷ് ബ്രോയൊക്കെ കയറുന്നതിന് മുമ്പ് മൊത്തം ഒന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ടുണ്ടെന്ന്. ഇപ്പോഴാ അതെ, ഇന്നലെ വരെ തല പൊങ്ങുകയല്ലായിരുന്നു. ഇന്നാ തല പൊങ്ങിയത്. ഇന്നലെ നല്ലപോലെ ഉറങ്ങിയതല്ലേ. അപ്പം എന്നാ പോവാനി പോയേക്കാം, എടുത്തോ. അപ്പോൾ പുത്തേ ട്രാവലോൻ്റെ ഹിമാചലിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കംസ് യു ടു സ്റ്റിംഗിരി. കെയിലോങ് 6 കിലോമീറ്റർ. ഹെലിപ്പാഡുണ്ട് കേട്ടോ റൈറ്റിലേക്ക്. അടൽ ടണൽ റോത്താങ് 43 കിലോമീറ്റർ. റോത്താങ്ങിൽ 70 കിലോമീറ്റർ. മണാലി 70. ഈ 70 ശരിയാണെന്ന് അറിയത്തില്ല. അവിടെ 130 വെച്ചിട്ടുണ്ട് കിലോമീറ്റർ. അത് ഈ മയിൽക്കുറ്റിയിൽ കാണിക്കുന്ന കിലോമീറ്ററും ബോർഡർ എഴുതുന്നതിനാണ് രണ്ട. ഭയങ്കര വ്യത്യാസമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. ഇന്നലെ വരെ എല്ലാവർക്കും എന്നാ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ. ഇന്നലെ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴേ എല്ലാവരുടെയും സൗണ്ട് പോലും വന്നത്. എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയപ്പോഴേ ഇത്തിരി സമാധാനമായിരുന്നു. ഞാൻ അപ്പോഴും എണീറ്റേലും മര്യാദയ്ക്ക് നടക്കാൻ തുടങ്ങിയത്. ഞാൻ രാവിലെ വെട്ടം വീണപ്പോഴാ മല ശരി കണ്ടത്. ഇന്നലെ ഉറങ്ങില്ലായിരുന്നു. ആ നേരത്തെ കണ്ടിരുന്നെങ്കിലല്ലേ. അതൊക്കെയാലും നന്നായി. അതുകൊണ്ട് നല്ലപോലെ ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങി കേട്ടോ, നല്ലപോലെ ഉറങ്ങി. ഇനി കണ്ടോ ഇതുപോലെ ഓരോ മലകൾ കയറി ഇറങ്ങിയൊക്കെ. അപ്പോൾ അതിലെയാണ് നമ്മളിപ്പം വന്നേ. എനിക്ക് തോന്നുന്നത് മൊത്തം ഇന്നലെ പറഞ്ഞ ഡേഞ്ചറസ് വഴി കഴിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നത്. ഇല്ല, ഇനിയുണ്ട്. രാവിലെ നമ്മളെല്ലാം കൂടെ റെഡിയായി വരാൻ ഒത്തിരി താമസിച്ചു കേട്ടോ. 11 മണിയായി, 10:30 ആയി, 11 പറയുകയാണെ ഇപ്പോൾ വന്നപ്പോൾ. അതുകൊണ്ട് ആ മലയുടെ താഴ്വാരത്തേക്ക് നോക്കി എന്ത് കൃഷിസ്ഥലം വന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലഡാക്ക് യാത്രയുടെ 29ാമത്തെ ദിവസം ഇന്ന്. ഞാൻ നിൽക്കുന്നതൊക്കെ ആപ്പിളാ. ഇവിടെ ഇരുന്നിട്ട് കാണത്തില്ല. ആപ്പിൾ മരം ഉണ്ടോ. ഹിമാചലിലെ വീടുകളൊക്കെ കണ്ടോ ഇതുപോലെ മലഞ്ചെരുവുകളില്ല. ഹിമാചൽ പ്രദേശ് മൊത്തം ഇങ്ങനെ മലകളാണല്ലോ. അതുകൊണ്ട് വീടുകളും എല്ലാം ഈ മലഞ്ചെരുവുകളില്ല. വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ അതുകൊണ്ട് സ്ഥലം കുറവാണ്. റോഡുകളൊക്കെ ആണെങ്കിലും വീതി കുറവാണ്. നമ്മുടെ യാത്രയിലെ 11ാമത്തെ സ്റ്റേറ്റ് ആണ് ഹിമാചൽ പ്രദേശ്. ഒരു അങ്ങോട്ട് നോക്കിയേ. ആ ഇത് ഈ ലെഫ്റ്റ് സൈഡ് നോക്കി. ഇതുണ്ടോ നമ്മൾ വന്ന വഴിയുടെ സൈഡ് കണ്ടോ. താഴോട്ട് എന്നാ ആഴമാണെന്നറിയോ. ഈ മലയുടെ സൈഡിൽ കൂടി മാത്രമേ വഴിയുള്ളൂ. ഈ ഹിമാചൽ എന്ന് പറയുന്ന മൊത്തം ഹിമാലയത്തിലെ മലകളാണ്. അപ്പൊ എല്ലാം ഇങ്ങനെ തന്നെയാ. ലെവൽ സ്ഥലങ്ങൾ കുറവാ. ഈ ഹിമാചൽ പ്രദേശ് അറിയപ്പെടുന്നത് തന്നെ ദേവഭൂമി എന്നറിയപ്പെടുന്നു. ഇതുണ്ടോ ഇവിടുത്തെ വഴികളെല്ലാം ഇങ്ങനെ. വണ്ടി ഇടാനൊന്നും അധികം സ്ഥലമില്ല. ഇത്രയും വീതിയേ ഉള്ളൂ മൊത്തം. ഉണ്ടോ മലകൾ നിൽക്കുന്നുണ്ടോ എങ്ങനെയാന്ന്. ആ മലഞ്ചെരുവുകളിലെല്ലാം വീടുകളുണ്ട്. ശരിയല്ലേ. ഇവർക്കൊക്കെ സ്ഥിരമായതുകൊണ്ട് പേടിയൊന്നും കാണുകയല്ല. ആദ്യമായിട്ട് കാണുന്ന എനിക്ക് ഭയങ്കര പേടി തോന്നുന്നുണ്ട്. ഭാഗ നദിയാണ് താഴെക്കൂടെ ഒഴുകുന്നത്. ഇവിടെ കുറെ ദിവസം കൂടി ഒരു പെട്രോൾ പമ്പ് കണ്ടോ. നമുക്ക് ഡീസൽ അടിച്ചോണ്ട് പോയേക്കാം. എത്ര ദിവസമായി ഡീസൽ പമ്പൊക്കെ കണ്ടിട്ട്. കാർഗിലിൽ നിന്ന് ഡീസൽ അടിച്ചല്ലേ. ആ കാർഗിലിൽ നിന്ന് ഫുൾ ചെയ്താ. പിന്നെ നമ്മളെല്ലാം ബ്ലാക്കിലടിച്ചു. അതേല്ല 100 ലിറ്ററേ അടിച്ചുള്ളൂ. വേണ്ട ഈ പമ്പിനകത്ത് പോലും ഇത്രയും സ്ഥലമുള്ളൂ. ഇത് എവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഡീസൽ ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് തന്നെ നിർത്തിക്കും. ഒരു ഡിസ്പെൻസർ വെളിയിലാണ് വെച്ചേക്കുന്നത്. ഇവിടെ അതാ സൗകര്യം ഒരു കണക്കിന്. ഇവിടെ എത്രയാ 87 രൂപ. 87 രൂപ അത്രേ ഉള്ളൂ. അതെ അവരുടെ അടുത്ത് ഡീസൽ ഇച്ചിരി ഷോർട്ടാണ്. അപ്പം മുന്നിൽ 7 കിലോമീറ്റർ കൂടെ പോയാൽ പമ്പുണ്ട്, അവിടെ നിന്ന് അടിച്ചോളാം. ഇനി അഥവാ പോകാനില്ലെങ്കിൽ ഡീസൽ തരാമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് 7 കിലോമീറ്റർ പോകാൻ കുഴപ്പമില്ല. അതിലാണോ പോകുന്നത്? ആ വഴിക്കൂടെ നമ്മൾ പോകണ്ടേ. ആ മുകളിലോട്ടൊന്നുമല്ല. ഇതുണ്ടല്ലോ ഇതിലെ ഇങ്ങനെ വളഞ്ഞ് അങ്ങോട്ടാണ് ചെല്ലുന്ന വഴി കണ്ടോ. ഇതിങ്ങനെ ഈ മലയുടെ സൈഡിൽ കൂടെ കറങ്ങി. ഇതിപ്പോൾ എത്ര നമ്മളിപ്പോൾ രാവിലെ എടുത്തിട്ട് തന്നെ എത്ര മലയുടെ സൈഡിൽ കൂടെ ഇപ്പോൾ കയറി വന്നതെന്നറിയാം. കെയിലോങ്ങാണ് കഴിഞ്ഞ കേട്ടോ. അടുത്ത ഇനി തണ്ടി. ഈ വഴിയെ ഓടി എത്തണേ നല്ല സമയമെടുക്കും. നമ്മുടെ വെല്ലുവണ്ടി ആയതുകൊണ്ടും വഴി ചെറുതായതുകൊണ്ടും. അതെല്ലാം മഞ്ഞുരുകിയ വെള്ളമാണ് വരുന്നത്. മലയെല്ലാം മഞ്ഞുണ്ടായിരുന്നാ. ഇപ്പോഴും അങ്ങ് മുകളിൽ മഞ്ഞുണ്ട്. ആ വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. കണ്ടോ അത് പഴയ പാലം പഴയ വഴിയോ ചെറിയ വഴിയായിരുന്നു. ഇപ്പൊ കണ്ടോ ആ മലയിൽ നിന്ന് നമ്മൾ ഇപ്പുറത്തെ മല വന്നു. ആ ഇതാണ് ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ ഹിമാലയമാണ് മുഴുവൻ. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഈ ഹിമാചൽ പ്രദേശിൽ നിന്ന് ഒരുപാട് നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ദേവഭൂമി ഹിമാചൽ എന്ന് എഴുതിയേക്കുന്നുണ്ട്. ആ ബസ്സിന്റെ മുകളിൽ എല്ലാ വണ്ടിയിലും എഴുതിയിട്ടുണ്ട്. ആ മുകളിലോട്ട് നോക്കി ആ വീട് കണ്ടോ. ആ മലയുടെ കീഴിൽ കണ്ടോ. അതുണ്ടോ ഇടുങ്ങിയ വഴികളാ മൊത്തം. ഹിമാചൽ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഹിമാചൽ പരിവാഹൻ കണ്ടോ. മുമ്പേ കണ്ട നദി നമ്മുടെ പുറയിലേക്കായിരുന്നു ഒഴുകുന്നത്. ഇത് മുന്നേക്കാണ് ഒഴുകുന്നത്. ആ നദി അല്ലേ ഇത്? അതല്ല.
സിസു 23, അടൽ ടണൽ 30, മണാലി 108. കണ്ടോ, മുമ്പേ അവിടെ അതിലും കുറവായിരുന്നു, 70 കിലോമീറ്റർ എഴുതിയിരുന്നത് മണാലിക്ക്. ഇവിടെ വെള്ളം നിറയ്ക്കുന്നുണ്ടായിരുന്നു. അയ്യോ ഷെടയില്ല, വണ്ടി ഇടാൻ ബുദ്ധിമുട്ടാ. മണാലി 63 അതാ ഞാൻ പറഞ്ഞേ, 100 മീറ്ററിന്റെ ഇടയ്ക്ക് ഇരിക്കുന്ന 2 ബോർഡിലും 2 അത് ചെറിയ വ്യത്യാസമല്ലേ, 10, 20, 30 കിലോമീറ്റർ വ്യത്യാസം. അപ്പൊ നമ്മൾ ഈ ബാഗ് നദിയുടെ തീരത്തൂടെ തന്നെയാണ് ഇപ്പൊ പോകുന്നത്. അത് പിന്നെ അങ്ങോട്ട് പോയത് അങ്ങനെ, ഇങ്ങനെ ഏതെങ്കിലും മലയ്ക്ക് ചുറ്റി വന്നതായിരിക്കും. ഇതുണ്ട്, ഇത് ഇച്ചിരി പഴയ പാലമാണ്. തണ്ടിയായി തണ്ടി. ഇവിടെ പമ്പ് ഉണ്ടായിരിക്കും. ഇത് അവർ 7 കിലോമീറ്റർ പറഞ്ഞു. ജംഗ്ഷൻ ഓഫ് ബ്ലൂ വാട്ടേഴ്സ് ഓഫ് ചന്ദ്ര ആൻഡ് ഗ്രീൻ വാട്ടർ ഓഫ് ബാഗ ബിക്കംസ് ചന്ദ്രഭാഗ. അതിന്റെ ആൻഡ് ലേറ്റർ ചെനാബ്. അങ്ങോട്ട് നോക്കി, അത് ചെനാബ് നദിയിലേക്ക് ചെന്ന് ചേരുവ ഈ ബാഗ് നദി. ഓ അതാ. ഈ ചെനാബ് നദി എന്ന് പറയുന്നത് ചന്ദ്രഭാഗ 2 നദികൾ ചേരുന്നതാണ് ചെനാബ് നദി. അപ്പൊ ചെനാബ് നദിയുടെ തീരത്തോടെ നമ്മള് കാശ്മീർ തൊട്ട് കാശ്മീർ ലഡാക്കിലും ഉണ്ടായിരുന്നു അല്ലേ? അവിടെ ഉണ്ടായിരുന്നു കുറച്ച് ഭാഗം. ഹിമാചലിലും വന്നു. ഹിമാചൽ പ്രദേശിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. ഇവിടെ കണ്ട് പമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ പമ്പൊന്നും ഇല്ലല്ലോ. അതെ, 7 കിലോമീറ്റർ അപ്പുറം ഉണ്ടെന്ന് പുള്ളി പറഞ്ഞായിരുന്നു. അല്ല, 7 കിലോമീറ്റർ എന്നാ പറഞ്ഞേ. ഹിമാചൽ നമ്മൾ കറങ്ങണല്ലേ ഈ പറഞ്ഞാൽ ഈ വലിയ വണ്ടിയും കൊണ്ട് പാടാ കേട്ടോ. ചെറിയ വഴിയും നമ്മൾ ഈ മെയിൻ വഴിയിൽ നിന്നൊന്നും ഇറങ്ങി പോകാൻ പറ്റിയല്ല. നമുക്കൊരു വണ്ടി വാടകയ്ക്ക് എടുത്താലും. വണ്ടി പാടാ. അല്ല, നിങ്ങൾ പോവല്ലേ? ഞാൻ 1-2 ദിവസം ഇവിടെ നിന്നിട്ടേ പോകുന്നുള്ളൂ. ഫ്ലൈറ്റിന് കയറി വരും. ഒറ്റയ്ക്ക് പോവാ? ഇപ്പൊ കുഞ്ഞിക്കണ്ണൻ ഫ്ലൈറ്റിന് തന്നെ വന്നു, ഞാൻ തന്നെ വന്നു. ഇപ്പൊ എല്ലാവരും കൊണ്ട് തന്നെ പോക്കാം. അപ്പൊ കുഞ്ഞുങ്ങളി പോകുന്നില്ലേ? എന്റെ ക്ലാസ്സിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ഇല്ലേ? ഫ്രണ്ട്സ് ഉണ്ടായാലേ സ്കൂളിൽ പോവുള്ളൂ. അതൊക്കെ ചെന്ന് കുറച്ച് ദിവസം പരിചയപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവരും ഫ്രണ്ട്സ് ആകുകയല്ലേ. അതെ, അവിടെ ഒരു പമ്പ് കാണുന്നുണ്ട്, അവിടുന്ന് ഡീസൽ അടിച്ച് പോവാം. അവിടെ ഭയങ്കര തിരക്കാ കേട്ടോ. ഓ ഇല്ല, അങ്ങോട്ട് ചെല്ലു നോക്കാം. എൻ്റെ പൊന്നെ, അവിടെ ഭയങ്കര തിരക്കാണല്ലോ. ഇതിലെ അപ്പോൾ അതെ, പിന്നെ കോട്ടയർമാരെ ഇറക്കി വിട്. അവിടെ പോയി ചോദിച്ചാൽ എങ്ങനെ വണ്ടി ഇടാൻ പറ്റുന്നതെന്നൊക്കെ നോക്കാം. ഒരിടത്തും പമ്പില്ലാത്തതുകൊണ്ടേ എന്നാ തിരക്കാൻ നോക്കിയാൽ പമ്പുകളിലൊക്കെ. പമ്പുകൾ എന്ന് പറയാനില്ല, പമ്പില്ല. അപ്പുറം ഒരു പമ്പില്ല, ഡീസൽ കുറവ്. പിന്നെ വന്ന് ഇവിടെ മൊത്തം വണ്ടികൾ പോവാം. അങ്ങോട്ട് കയറി വെച്ചോ. വണ്ടി അതിൽ മാറുമ്പോൾ അടിക്കാം. ഉണ്ടോ, ലോറിക്കാരൊക്കെ ടാങ്കും ഫുള്ളാക്കി മുകളിലൊരു ക്യാനും കൂടെ അടിച്ചോണ്ടാ പോകുന്നത്. വേറെ പമ്പില്ലല്ലോ വഴിയിലെങ്ങും. പമ്പില്ല, അതുകൊണ്ടേ. ഇവരൊക്കെ സ്ഥിരം ഓടുന്നവരാ. നമ്മൾ ഈ വല്ലപ്പോഴും വന്നതുകൊണ്ടല്ലേ നമ്മൾ പെട്ടത്. പുള്ളി ഉണ്ടാവും അവിടുന്ന് ഡീസൽ അടിച്ചോണ്ട് പോകുന്നേ. ടൂറിസ്റ്റ് വെളിയിൽ നിന്ന് വന്നേളാം. കുപ്പിക്കകത്ത് നിറയ്ക്കാൻ പറ്റുവാണെങ്കിലും നിറച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ലാസ്റ്റ് ടാങ്ക് മേടിച്ച് വെച്ചാൽ മതി. കണ്ടോ? അതെ, ആ ലോറിയും കൂടെ അടിച്ച് മാറിയാൽ നമുക്ക് അടിക്കാം. കയറ്റി നിർത്തിക്കോ. ബാബാ ഇങ്ങ് കയറി പോരോ. ഇങ്ങോട്ട് പിടിച്ചോ. എങ്ങോട്ട് പിടിച്ചോ? ഒരേ വണ്ടിക്കാരൻ നേരത്തെ അടിച്ചായിരുന്നു തോന്നില്ല. ആ വണ്ടി പോയി. ആഡ് ബ്ലൂ ഉണ്ടോന്ന് ചോദിച്ചാൽ ആഡ് ബ്ലൂ ഇല്ല. ഇനി മണാലിയിലേ കിട്ടുള്ളൂ, ഇവിടെ ഇല്ല. അയ്യോ, എത്ര കിലോമീറ്റർ ഉണ്ട്? കുറച്ചേ ഉള്ളൂ. അത് ചെല്ലും. അല്ലല്ല, അതെ, നേരെ മുകളിലേക്ക് നോക്കിയേ. ഇതുണ്ടോ ആ കല്ലുകെട്ടൊക്കെ? അതൊരു റോഡാ അത്. നോക്കിയേ, നമ്മളീ പോകുന്നത് ഇങ്ങനെയുള്ള വഴികളാ, നമ്മൾ കാണുന്നില്ലല്ലോ. അത് ശരിയാ. അതുണ്ടോ? അപ്പോൾ നമ്മൾ ഡീസൽ ഫുള്ള് ചെയ്തു. ഇവിടെ 87 രൂപ 7 പൈസയേ ഉള്ളൂ ഡീസൽ വില. അത് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിലും വില കുറവാണ്. ഹിമാചലിലെ ഏറ്റവും വില കുറവ്. രാവിലെ ഒരു തരത്തിലാ ചായയെ പിടിച്ച് ഇറക്കി വിട്ടാ, ഞാൻ ഓടിച്ചോളാന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇത് താൻ കയറി വണ്ടിയെ കയറിയിരുന്നു. 2 ദിവസമായിട്ടേ നിങ്ങൾ രണ്ടുപേരും മാറി ഓടിച്ചല്ലായിരുന്നോ? എനിക്ക് ഇന്നലെ കിട്ടിയിട്ടില്ല. ഇന്നലെ കുറച്ചേ ഓടിക്കാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോ തരാം. ആഡ് ബ്ലൂ കിട്ടിയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും മല്ലയ്യ? റോഡിലൊന്നും കിടക്കാൻ പറ്റുമല്ലോ, ഇവിടെ എല്ലാം ഭയങ്കര മലയാ. മലയിടിച്ചിലൊക്കെ ഉള്ള സ്ഥലമാ. ലോറിയുടെ അടുത്തോട്ടൊക്കെ ചെല്ലാൻ കൊറേ ദൂരമുണ്ട്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മേടിക്കാം. ആഡ് ബ്ലൂ അത്യാവശ്യം ഉണ്ട് കുഞ്ഞിക്കിളി. നമുക്ക് മണാലി ചെല്ലുമ്പോഴൊക്കെ കിട്ടുമായിരിക്കും. മണാലിയിൽ പമ്പുള്ളൂ?
പമ്പ് അവരെ കാണുള്ളൂ. ഇടയ്ക്ക് കാണുമായിരിക്കും. ഈ ആഡ് ബ്ലൂ എല്ലാ പമ്പിലും ഇല്ലെന്നേ. ആഡ് ബ്ലൂ എന്ന് പറഞ്ഞ പോലും ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ല. യൂറിയ എന്ന് പറയണം. യൂറിയ? ആ, യൂറിയ ആ സാധനം. ഈ HP ഏത് നമ്പർ പ്ലേറ്റാ? ഹിമാചൽ പ്രദേശ്. HP പമ്പില്ലേ? അതാണ്. ആ, അത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം. ഇത് ഹിമാചൽ പ്രദേശ്. ഹിമാചലിൽ കൂടെ അല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഹിമാചലാണോ നമ്മള്? ആ, ലഡാക്കല്ലേ? ലഡാക്കൊക്കെ കഴിഞ്ഞാ ലഡാക്ക് കഴിഞ്ഞ് ഇന്നലെ നമ്മൾ ആ സ്നോഫോൾ ഉണ്ടായില്ലേ, അവിടെ തൊട്ട് ഹിമാചലാ. ക്ഷീണം കുറഞ്ഞില്ലേ കുഞ്ഞിക്കിളി? എന്നിട്ട് മനസ്സിലായില്ല? ഇല്ല. നമ്മളെ കഴിഞ്ഞ ദിവസം കണ്ട മലനിരകളൊക്കെ പോലാണോ ഇങ്ങോട്ട് നോക്കിയേ? ഇവിടെ മരമുണ്ട്, അവിടെ മരമില്ലായിരുന്നു. ഇവിടെ ആൾക്കാരുണ്ട്, അവിടെ ആൾക്കാരില്ലായിരുന്നു. അവിടെ പമ്പ് ഉണ്ടായിരുന്നു, ഇവിടെ പമ്പില്ല. ഇവിടെ പമ്പുണ്ട്, അവിടെ പമ്പില്ലാത്ത. അവിടെ പമ്പില്ല, ഇവിടെ പമ്പുണ്ട്. ഇതൊക്കെ എന്ത് കൃഷിയാ? എന്ത് കൃഷിയാന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇവിടെ കൃഷിസ്ഥലം നല്ല രസം. ഇതുണ്ടോ, എല്ലാ മലയുടെയും ചെരുവിൽ കൂടെ തന്നെ സ്റ്റെപ്പ് ഫാമിങ് പോലെ എല്ലായിടത്തും അതെ, വീടുകളും അതിന്റെ ഇടയ്ക്ക് നല്ല രസമുണ്ട്. കൊറേ ദിവസങ്ങൾ കൂടിയായി കൃഷിസ്ഥലമൊക്കെ കാണുന്നത് കേട്ടോ. വീട് ഇവിടെ ആപ്പിൾ തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ആപ്പിൾ തോട്ടമുണ്ട്, പക്ഷെ ആപ്പിൾ ഇല്ല. ഇപ്പൊ ആപ്പിളിന്റെ സീസൺ അല്ല, അതുകൊണ്ടാ. ഇവിടെ മണാലി 90. അപ്പുറത്ത് 45 കിലോമീറ്റർ ഉണ്ട്. ഇപ്പൊ 45 കറക്റ്റ്. ഞാൻ ഗൂഗിൾ കിട്ടായതുകൊണ്ട് ഞാൻ നോക്കിയായിരുന്നു. ഇത്ര ദിവസം വന്ന പോലെയല്ല. ഇവിടുത്തെ ഈ മലയും ഭൂപ്രകൃതിയും കാണാൻ നല്ല രസമുണ്ട്. നേരത്തെ മലയിൽ ഒരു മരങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് നല്ല രസമുണ്ട് കാണാൻ. മരങ്ങളുമായിട്ട് പുല്ല് പോലും ഇല്ലായിരുന്നല്ലോ. അതെ. ബൈക്ക് റൈഡേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇവരെല്ലാം ചിലപ്പോഴേ ലഡാക്കിന് പോകുന്നവരായിരിക്കും. മണാലി വഴിയാ കൂടുതലും ബൈക്ക് റൈഡേഴ്സിനെ കണ്ടത്. സുൽത്താൻ പാസ് വഴി അധികം പേരെ കണ്ടില്ലല്ലോ. ഫ്രണ്ടിലോട്ട് നോക്കിയതേ, മഞ്ഞെല്ലാം ഒഴുകി വരുന്നു. ആ, മഞ്ഞൊക്കെ ഒഴുകി തീരാറായി. വെൽക്കം ഗ്രാമപഞ്ചായത്ത് സിസു. ഇവിടെ പോലെ കാണാനായിട്ട് കാനഡ പോലെ ഉണ്ടെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ്. ഞങ്ങളറിയാതെ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും ഒക്കെ പോയോ? ഞാൻ പോയില്ല, ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ടോ. അവിടെ വെള്ളം ഒഴുകുന്നുണ്ടോ? കുഞ്ഞിക്കിളി എന്റെ തല പിടിച്ചേ. അങ്ങോട്ടൊന്നും നോക്കണ്ട. ഒന്നാമത് നല്ല വളവോ ലാൻഡ് സ്ലൈഡിങ് ഏരിയ. ചെനാബ് നദിയാ താഴെ കൂടി ഒഴുകുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സ്ഥലമാണ് ഈ ഹിമാചൽ പ്രദേശ്. കുളു, മണാലി, പിന്നെ സ്പിറ്റി വാലി, അതുപോലെ കുറെ സ്ഥലമുണ്ട്. സ്പിറ്റി ഷിംല. സ്പിറ്റി പോകണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. മിക്കവാറും നമ്മുടെ വണ്ടി സ്പിറ്റി പോകും തോന്നുന്നില്ല, ഭയങ്കര കുഞ്ഞു വഴിയാന്ന് പറയുന്നിട്ട്. ഇപ്പോഴേ ഇങ്ങോട്ട് നോക്കി എല്ലായിടത്തും നല്ല പൂക്കളായി. മഞ്ഞപ്പൂക്കള്. TG എന്ത് നമ്പർ പ്ലേറ്റാ? തെലങ്കാന. ലഡാക്കിലെ പോലല്ല, ഇവിടെ ഇഷ്ടം പോലെ റെസ്റ്റോറന്റ്, അതുപോലെ തന്നെ ഹോം സ്റ്റേ ഭയങ്കര കുറെ ഉണ്ട്. റിസോർട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ടെന്റ് ഹൗസുകളും ഉണ്ട്. ഇതൊരു ചെറിയ പമ്പായിരുന്നു അവിടെ. ഇനി മുന്നോട്ട് പമ്പ് കാണും. ആഡ് ബ്ലൂ മേടിക്കണം. ആഡ് ബ്ലൂ അല്ല തീരും ഇപ്പൊ. ആ പമ്പിൽ എന്തായാലും ആഡ്ലൂ ഇല്ല. അവിടെ 2 ഫില്ലിംഗ് സ്റ്റേഷൻ ചെറുതായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അതും കുഞ്ഞായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴേ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളെ കാണാൻ തുടങ്ങിയല്ലേ. വഴി മൊത്തം ആൾക്കാരുണ്ട്. ശരിക്കും ഹിമാചൽ പ്രദേശിൽ വന്നായിരുന്നു 3-4 ദിവസം സ്റ്റേ കഴിക്കണ്ടേ. അതെ അതെ, എനിക്ക് ഇങ്ങോട്ട് കയറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളവര് പറ്റിച്ചാ. നിങ്ങളെ ഞങ്ങള് കാശ്മീർ കാണിച്ചില്ലേ, ലഡാക്ക് കാണിച്ചില്ലേ? അത് ശരിയാ. ഇത് സിസു എന്ന് പറഞ്ഞ ടൗണാ, സിറ്റിയാ. ഓട്ടെ സൈഡുണ്ടോ? ഇങ്ങോട്ട് ചേർന്ന് തീർത്ത് വേദിയില്ല. അതിലെ ഈ ചെറിയ വഴിയായോണ്ട് വലിയ വണ്ടിയും കൊണ്ട് വരാൻ വലിയ പാടാ. ഇത്രയും ദിവസേ ഓടിക്കുമ്പോ സൈഡില് മരം ഉണ്ടോന്നോ മരം ഒരയുന്നോ ഒന്നും നോക്കണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം നോക്കണം. ആ മലമുകളിലെല്ലാം കൃഷിയാ. നോക്കി, നമുക്ക് റിവർ റാഫ്റ്റിങ്ങിന് പോയാലോ? റിവർ റാഫ്റ്റിങ്ങിന് പോയാൽ ഇന്നത്തെ ദിവസം കൂടെ പോകും. കുഴപ്പമില്ല, എനിക്കതിൽ കയറണം. പിള്ളേരെ കയറ്റുമെന്ന് അറിയത്തില്ലെന്നേ. ചോദിച്ചോക്കെ, എനിക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ ആരും കയറണ്ട, നമുക്ക് പോവാ. അത് കൊള്ളാം. രാമക്കുട്ടിക്ക് എവിടെ കയറണ്ടേ? അവിടെ പാലം പണി നടക്കാന്ന് തോന്നുന്നു. പുതിയ പാലം ഇവിടെ പണിയാ. ഇതെല്ലാം ഇരുമ്പേല പണിയുന്നത്.
കല്ല് നിൽക്കുന്നുണ്ടോ ഇങ്ങോട്ട് നോക്കിയ സൈഡിൽ? എന്താ ആ ലൈനിൽ നിൽക്കാതെ കയറിപ്പോയി. അത് ചിലപ്പോൾ അറിയാതെ വരുന്നവരും ആയിരിക്കാം. മണാലി വന്നു കഴിഞ്ഞാലേ ഭയങ്കര തിരക്കും. നമ്മുടെ മൂന്നാറിൽ അവധി ദിവസങ്ങളിൽ ചെല്ലുന്ന പോലെ അതിനകത്ത് ഒന്നാമത് വഴിക്ക് വീതിയില്ലല്ലോ. വഴിക്ക് വീതിയില്ല. ഈ തിരക്കും എല്ലാം കൂടെ കണ്ട് വണ്ടി ഓടി എത്തുകയില്ല. ആണല്ലോ എന്ത് വണ്ടി കിടക്കുന്നെന്ന്. ആ ടൂറ് പോകുന്നതിൻ്റെ നമുക്കൊരു ഫ്രീ ആകാൻ പറ്റിയല്ലോ ഈ ട്രാഫിക്കിനകത്ത്. വഴി കണ്ടോ തീർത്തും ഇടുങ്ങിയ വഴികളാണ്. ഇവിടുത്തെ ഭൂപ്രകൃതി ഇങ്ങനെ ആയതുകൊണ്ടേ വഴിക്കൊന്നും വീതി കൂട്ടി പണിയാനും പാടാ. ഈ താഴെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുടെ വണ്ടികൾ കിടപ്പുണ്ട്. വണ്ടി ബ്ലോക്ക് ആക്കണോ? ഞാൻ വിചാരിച്ച വലിയ കാര്യത്തിൽ റിവർ റാഫ്റ്റിംഗ് എന്ന് വല്ലതും പറയാൻ പോവാന്ന്. ബ്ലോക്ക് ആക്കണം. അത് ഞാൻ പറഞ്ഞാണ് എനിക്ക് റിവർ റാഫ്റ്റിംഗ് പോകണം. അവിടെ താഴെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. പക്ഷെ അത് ഒരു പാർക്ക് പോലൊക്കെയാണ്. റിവർ റാഫ്റ്റിംഗ് ഒന്നും അല്ല ഉണ്ടെന്ന് തോന്നുന്നില്ല. റിവർ റാഫ്റ്റിംഗ് പോയിന്റ് അല്ലെന്ന് ആ തോന്നുന്നു. താഴെയുണ്ട്, മണാലിയിലുണ്ട്. അങ്ങനെയാണ് നമുക്ക് മണാലിയിലോട്ട് എന്ന് നോക്കാം. നമുക്കിട്ട് കണ്ടോ വെള്ളച്ചാട്ടം അങ്ങോട്ട് നോക്കി. അതിനകത്ത് ഇറങ്ങത്തില്ല, അത് ഒത്തിരി മുകളിലാണ്. ഉണ്ട്, നല്ല രസമില്ലേ ഈ വെളിയിലൊക്കെ പോകുമ്പോ കാണുന്നവരില്ലേ? ഇടവേള കൃഷി. ഇടവിള. അമ്മ ഞാൻ പറഞ്ഞ അതല്ല ഇടവേള കൃഷി എന്ന് സൂര്യ പറഞ്ഞ, അതുകൊണ്ട് നീ അതൊന്നും കേട്ടില്ലല്ലേ? അതെ, പോപ്പുലർ മരം. അത് പോപ്പുലർ. അതിന്റെ ഇടയ്ക്കൂടെ എല്ലാം പുല്ല. അതാ കുഞ്ഞിക്കിളി പറഞ്ഞ ഇടവേള കൃഷി എന്ന് പറഞ്ഞ. രാമക്കുട്ടി വണ്ടിയല്ലോ, അത് കുതിരയല്ലേ? കേറണം. അതാരാ വരുന്നേ? ആട്ടുമാമ. ഇവിടുത്തെ ആട് കണ്ടോ വേറൊരു ഷേപ്പല്ലേ ഇതെല്ലാം? ഇത് ചെമ്മരിയാട്. ചെമ്മരിയാട് അല്ലാത്തതുണ്ട്, അതുകൊണ്ടില്ലേ? രോമമുള്ള സൈസ് ഉണ്ട്. ആ കാശ്മീരി കണ്ടോ? അതെന്താണെന്നോ പശ്മിനാടോ അങ്ങനെ കണ്ട് പറയുന്നതിന്. ആ ആടില്ല, അതിന്റെ രോമം കൊണ്ടാണ് ഈ പശ്മിന ഷോൾ അല്ലേ അതുണ്ടാക്കുന്നത് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല. കുഞ്ഞാട്. ഇവിടെ ഇതുപോലെ തിരക്കാണെങ്കിൽ മണാലിയൊക്കെ ഇതിലും തിരക്കായിരിക്കുമല്ലോ. കാശ്മീരിനൊന്നും അധികം ടൂറിസ്റ്റുകൾ പോകാത്തതുകൊണ്ട് എല്ലാവരും കുളു മണാലിയൊക്കെ ആക്കി കാണും. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഇതുവഴി വന്നപ്പോഴും ഇവിടെ തിരക്ക് കാരണം കറങ്ങാതെ പോയി. ഇത്തവണ അങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും. അല്ല, കറങ്ങിയിട്ട് പോകാമായിരുന്നു. പക്ഷേ ഇവർക്ക് ക്ലാസ്സും തുടങ്ങി. അതെ അതെ, അജേഷ് ബോയ്ക്ക് ഓഫീസ് വർക്കും ഉണ്ട്. അതെ ഒരു മാസമായി പോന്നിട്ട്. അവിടെ എല്ലാം ഇടിഞ്ഞു പോയതാ. അപ്പോൾ നമ്മളിനി ചെനാബ് നദിയുടെ തീരത്തോടാണെന്ന് തോന്നുന്നു കുറേ ദൂരം പോകുന്നു. ഹിമാചലിൽ കൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ് ഈ ചെനാബ് നദി, പിന്നെ ചലം, രവി, ബിയാസ് എന്നീ നദികളൊക്കെ. അതെല്ലാം ഹിമാചലിൽ നിന്നാണോ ഉത്ഭവിക്കുന്നത്? എല്ലാം ഹിമാചലിൽ നിന്നാണോന്നൊന്നും എനിക്കറിയത്തില്ല. ചെനാബ് നദി ഹിമാചലിൽ നിന്നോ? കഴിഞ്ഞാണ് നമ്മൾ വന്നിട്ട് പോയപ്പോഴല്ലേ ഇവിടെ മണാലിയൊക്കെ മൊത്തം പ്രളയം ഉണ്ടായേ? പോയി കഴിഞ്ഞായിരുന്നു തോന്നുന്നല്ലേ? നമ്മളെ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴും. ഒരാഴ്ച കഴിഞ്ഞപ്പോഴും കണ്ട. ഇങ്ങോട്ട് കയറി വരുന്ന വണ്ടിക്ക് അവിടെ എന്തോ ഒരു ഫീ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, സാധാ ഡെവലപ്മെന്റ് ഫീ ബാരിയർ. അതെ, തേനീച്ച കൃഷി. അത് ഇന്ത്യ എവിടെ ഉണ്ട്? നല്ല മണമുണ്ട്. ഇത് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ്. അപ്പോൾ നമ്മളത് അടൽ ടണലിലേക്ക് കയറാൻ പോകാട്ടോ. ഈ അക്കരെ കാണുന്നതാണ് അടൽ ടണൽ, റൊത്താങ്. ഇവിടെ നോക്കി എന്നെ തിരക്കാൻ നോക്കി ടൂറിസ്റ്റുകൾ എന്തായാലും നോക്കുന്നത്. ഇവിടെ ഈ ടണലിൽ വരുന്നതിന് മുമ്പ് ഈ മല ഇങ്ങനെ കയറി ഇറങ്ങായിരുന്നു റോത്താങ് പാസ് വഴി. ഇവരല്ലേ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാമല്ലോ ടണല്. അതല്ലേ അതുകൊണ്ട് അത് അവിടെ കണ്ടോ ആൾക്കാർ നടന്നു പോയി ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമുക്കൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. പഴയ വഴി ഇവിടെ ഈ മല കയറി ഇറങ്ങുന്നത് ഭയങ്കര ഒരു പാസ്സായിരുന്നു അത്. അപ്പം ഈ ടണൽ വന്നതോടുകൂടി പെട്ടെന്ന് അവിടെ എത്താം. ഞാൻ വണ്ടി പോട്ടെ, നിർത്തിക്കൂടെ? അല്ലെ ഭയങ്കര മഞ്ഞ് വീഴ്ചയൊക്കെ അല്ലായിരുന്നു. ഇവിടെ നിർത്താൻ പറ്റിയല്ല നമുക്ക്. അല്ലേ ആ വഴിക്ക് അങ്ങോട്ട് പോയാൽ വേണം നിർത്താം. പോയേക്കാം. മണാലി 33 കിലോമീറ്റർ, കുളു 74, മണ്ടി 143 കിലോമീറ്റർ, ഷിംല 281, ചണ്ഡീഗഡ് 331, ഡൽഹി 572. കേട്ടോ കുഞ്ഞിക്കളെ, ഈ മലയ്ക്ക് അടിയിൽ കൂടെയുള്ള ടണലാ അത് കേട്ടോ. എത്ര കിലോമീറ്റർ ഉണ്ടാവും? അത് 8-9 കിലോമീറ്റർ വെച്ചുണ്ട്. ചന്ദ്ര ബ്രിഡ്ജ്.
അടൽ ടണൽ റോത്താങ് നോർത്ത് പോർട്ടൽ. ഇതൊക്കെ BRO ആണ് നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിത് അടൽ ടണലിലേക്ക് കയറാൻ പോവുക. അപ്പോൾ നമ്മളിത് അടൽ ടണലിനകത്ത് കയറി. ഇത് ഈ ഒറ്റ ടണലേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഓരോ ലൈനേ ഉള്ളൂ. സമുദ്രനിരപ്പിൽ നിന്നും 10,000 അടി ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും നീളമേറിയ തുരങ്കമാണിത്, ടണൽ. ഇത്രയും ദിവസം കൂടെ ഇന്നാ വണ്ടി ഒന്ന് ടോപ്പ് ഗിയറിൽ ഓടിയത്. ഇപ്പം ഈ ടണലിനകത്ത് കയറിയപ്പോൾ ഇനിയും പോവും നമ്മള് 3-4 ഇപ്പഴാ ടോപ്പായത്. ഇതേ കിലോമീറ്റർ അവിടെ രണ്ട് രീതിയിൽ കാണിച്ചിരുന്നത് എന്താണെന്നറിയോ? ടണലിൽ കൂടെ പോകുന്നതിന് കിലോമീറ്റർ കുറവും ആ മല കയറി പോകുന്നതിന് കിലോമീറ്റർ കൂടുതലും ഉണ്ട്. അതായിരുന്നു, അതായത് 30-40 കിലോമീറ്ററിന്റെ വ്യത്യാസമാണ്. പിന്നെ ഈ റോത്താങ് പാസ് ഭയങ്കര ഡേഞ്ചർ റോഡുവാ. ആ ഇപ്പൊ കണ്ട വലിയ മലയില്ല, ആ മല കയറി പോകണം, കയറി ഇറങ്ങണം. നീ മല കയറണോ? വേണ്ട. ഈ ടണലിൻ്റെ നീളം 9 കിലോമീറ്റർ ആണ്. സ്പീഡ് ലിമിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, 60 കിലോമീറ്റർ. ഈ ടണൽ പണിതതിൻ്റെ ചീഫ് എഞ്ചിനീയർ മലയാളിയായിരുന്നു, KP പുരുഷോത്തമൻ. അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹം മലയാളിയായതിൽ നമുക്ക് അഭിമാനിക്കാം. ശരിയാ. അപ്പോൾ അതേ ടണലിൽ നമ്മൾ വെളിയിലിറങ്ങി ഇപ്പുറത്തെ മാമലയുടെ ഇപ്പുറ സൈഡിലെത്തി. മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് ഈ ടണൽ അറിയപ്പെടുന്നത്. പക്ഷെ ആ മലയ്ക്ക് ഇപ്പുറത്ത് വന്നപ്പോൾ കണ്ടത് ഭയങ്കര മഴ. ശരിയാ. വല്ല എൻട്രി ഉണ്ടോ അവിടെ? അവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, വല്ല ഫോട്ടോ എടുക്കാനൊക്കെ നിർത്തിയേക്കുന്നതാണോ ആണെന്ന് തോന്നുന്നു. ഇവിടെ നേരത്തെ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ക്യാമറമാൻ കണ്ടോ, 2 കയ്യിലും ഓരോ ക്യാമറ പിടിച്ചാ വീഡിയോ എടുക്കുന്നത്. ടണലിന് അപ്പുറേ വരെ ഒരു മഴയില്ലായിരുന്നു, ഇപ്പുറത്തോട്ട് വന്നപ്പോൾ അതേ മഴ. അതെ, മലയാളത്തിൽ കുങ്കുമപ്പൂ വേണമെന്ന് ചോദിച്ചു നിൽക്കുന്ന ആള്. क्या है इसको बताओ, इसको मालूम नहीं है? ओके, മലയാളം में बात करो. എന്നാന്ന് ചോദിച്ചേ? കുങ്കുമപ്പൂ. ആ, കുങ്കുമപ്പൂവാന്ന് മനസ്സിലായി. പുള്ളി മലയാളത്തിൽ കുങ്കുമപ്പൂ എന്ന് പറഞ്ഞാ വന്നേ, കണ്ടോ? 5 ഗ്രാം 10 ഗ്രാം. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ അടൽ ടണൽ റോത്താങ് 10,040 ഫീറ്റ് ആൾട്ടിറ്റ്യൂഡ്. കണ്ടോ, ആ മലയ്ക്ക് ഇപ്പുറത്തോട്ട് കയറിയപ്പോ എന്നാ വ്യത്യാസമായെന്ന് നോക്കിയേ. വലിയ മരങ്ങളും. നമ്മളെ അന്ന് വന്നപ്പോഴും ഇവിടെ മഴയായിരുന്നു. ഇവിടെ മഴ സമയത്ത് ഭയങ്കര ഡേഞ്ചറാ. അതല്ലേ, ഈ വഴിയെല്ലാം ഇടിഞ്ഞു പോയതാ. ഇതുണ്ടോ, അങ്ങോട്ടുണ്ടോ ഇടിഞ്ഞു കിടക്കുന്നുണ്ടോ? ഇവിടുത്തെ മഴ അതുപോലത്തെ മഴയല്ല. അന്ന് രാത്രി ഇരുട്ടത്തെ മഴ കണ്ടിട്ട് ഭയങ്കര മഴയായിരുന്നു. ഇത് കണ്ടോ, ഇവിടെ എല്ലാം ആ മരം നിൽക്കുന്നുണ്ട്. എന്നാ വലിയ മരവാ, അതിന്റെ ചുവട്ടിലെ മണ്ണും എല്ലാം ഇളകി പോകുന്നു. ഈ റോത്താങ് പാസ് വഴി പോവാൻ നമുക്കിപ്പോഴും, പക്ഷെ വലിയ വണ്ടി വിടുകയല്ല, ചെറുവണ്ടിയെ വിടത്തുള്ളൂ പറഞ്ഞു. ഇപ്പോഴും ആ വഴിയുണ്ട്. എന്നാ നമുക്ക് അന്ന് വന്നപ്പോ കാറും കൊണ്ട് വന്നപ്പോ പോവായിരുന്നു. അല്ല, നമ്മളന്നേരം ഇവർക്ക് ക്ലാസ് തുടങ്ങുമായിട്ട് സമയം കളയാതെ പോവല്ലേ ഇത്, അതുകൊണ്ടല്ലേ ഇത് ഇവിടെ പോലും കറങ്ങാതെ പോവേ. എൻജോയ് ദി സൗണ്ട് ഓഫ് നേച്ചർ, ഡു നോട്ട് ഹോൺ. ഹോൺ അടിക്കില്ല കേട്ടോ, ഹോൺ അടിക്കാണ്ട് നേച്ചറിന്റെ സൗണ്ട് ആസ്വദിച്ചു പോവാ. ഇപ്പൊ വണ്ടിയുടെ സൗണ്ടേ ഉള്ളൂ. അതെ, ഇവിടെ കരടിയൊക്കെ ഉണ്ട്. നമ്മള് കഴിച്ചു തിന്നു. സോളങ് വാലി 10, മണാലി 24, കുളു 63, ബുന്താർ എയർപോർട്ട് 74, മണ്ഡി 133, ഷിംല 270, ചണ്ഡീഗഡ് 334, ഡൽഹി 577. താഴേക്ക് മഴ കൂടുകയെന്ന് തോന്നുന്നു, മുകളിൽ ചെറുതായിട്ടേ ഉള്ളായിരുന്നു. ഈ റോത്താങ് പാസ് ഭയങ്കര ഡേഞ്ചറസ് ഒരു വഴിയായിരുന്നു അല്ലേ? അതെ, ഈ ടണൽ വന്നപ്പോഴാണ് ഇവിടുത്തെ ഒരുപാട് യാത്രാക്ലേശങ്ങൾ ഒഴിവായി. റോത്താങ് പാസിലേ മഞ്ഞ് വീഴ്ച ഉള്ള സമയത്ത് വണ്ടികളൊന്നും പോകത്തില്ലായിരുന്നു. അതുപോലെ മഞ്ഞ് വീഴുന്ന സ്ഥലം അത്ര ഹൈറ്റിലല്ലേ. ഈ ടണൽ നിർമ്മാണം എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു വെല്ലുവിളിയായിരുന്നു ഇവിടെ. അതുകൊണ്ടാണ് അവിടെ 2 ലൈൻ ഇല്ലാത്ത, ഡബിൾ ലൈൻ ഇല്ലാതെ സിംഗിൾ ആക്കി വെക്കുന്നത്. വെച്ചാൽ ഒരുപാട് ഭയങ്കര പൈസ ചിലവുണ്ട്. അതുപോലെ അത്രയും വലിയൊരു ടണൽ നിർമ്മിക്കാന്ന് പറഞ്ഞാലും ഭയങ്കര മലയിടിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ, റിസ്ക് പിടിച്ച പണി. അതുകൊണ്ട് ഒരെണ്ണം ആക്കിയേക്കുന്നത്. ഇത് അതുപോലെ തന്നെയാണ് നഷ്രി ചെനാനി ടണലും. അതും ഒരു ടണലല്ലേ ഉള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ലൈൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ലൈനേ ഉള്ളൂ. മറ്റേ മിക്ക ടണലുകളും ഡബിൾ ലൈൻ അല്ലേ, ഒരു സൈഡിലോട്ട് തന്നെ 2 ലൈനുണ്ട്, ഇങ്ങോട്ട് വരുന്ന വേറെ അല്ലേ. പക്ഷെ ഓരോന്നേ ഉള്ളൂ.
ടണൽ നിർമ്മിക്കുന്നതിനിടയ്ക്ക് ഒരുപാട് തൊഴിലാളികളൊക്കെ മരണപ്പെട്ടെന്നാണ് പറയുന്നത്. മോളിൽ നിന്നുണ്ടോ മഞ്ഞൊക്കെ ഇനിയും ഉരുകാനുണ്ട് കേട്ടോ കുറേശ്ശെ. ഇതൊക്കെ അന്നത്തെ ഉരുളുപൊട്ടലിൽ വന്നാന്ന് തോന്നുന്നു കേട്ടോ. പ്രളയത്തില് നദിയാ അന്ന് വന്നായിരിക്കണമെന്നില്ല. കണ്ടില്ലേ ഭയങ്കരമായിട്ട് വെള്ളം വരുന്ന. കണ്ടിട്ട് ഉരുള് പൊട്ടി വന്ന പോലെ. ആ അതെ, ഇവിടെ മല മൊത്തം കല്ലാണല്ലോ. കണ്ടില്ലേ ഈ ടണൽ വരുന്നതിന് മുമ്പേ നമ്മൾ ഈ റോത്താങ് പാസ് കയറണമെങ്കിൽ ഒരു 5-6 മണിക്കൂറിൽ വേണ്ടി വരും. 10-40 കിലോമീറ്റർ കൂടുതലും. ആ ഇപ്പം നമ്മളെ 10 മിനിറ്റ് കൊണ്ട് ഇപ്പറേ വന്നു. അതെ അതെ, ഇതുണ്ട്, ഇത് വലിയൊരു പാലമാണ്. ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഏത് സമയത്ത് വന്നാലും ഇവിടെ തിരക്കാം. മണാലിയിൽ അവിടെ വഴി പോയി കിടക്കുക. അതാ ദുണ്ടി ബ്രിഡ്ജാണത്. ബിയാസ് നദിയായി ഒഴുകുന്നത്. വെള്ളം കുറവായിപ്പോൾ. ഇതുണ്ടോ ഇവിടെ വഴി ഇടിഞ്ഞു പോയതാ ഇത്രയും. ഇതുണ്ടോ അയ്യോ. എന്തേരം പാമ്പ് പോയെന്ന് നോക്കി. ഇത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെ ഒഴിഞ്ഞു പോയായിരിക്കും അല്ലേ? ആയിരിക്കും. ബിയാസ് നദിയിലെ വെള്ളം കുറവാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവിടെ വെള്ളം വരുമ്പോഴേ ഇതിലെ കയറിയാ ഇത് ഇടിഞ്ഞു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേ മഞ്ഞ് വീഴ്ച ഉണ്ടാകുമ്പോഴേ ഇതിലെ മഞ്ഞ് വരുന്ന അതിന്റെ മുകളിൽ കൂടെ റോഡിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിന്റെ അടിയിലാ വണ്ടിയെങ്കിൽ വണ്ടി സേഫാ. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ മെട്രോളജിക്കൽ സ്നോ പ്രൊട്ടക്ഷൻ. സ്നോ പ്രൊട്ടക്ഷൻ ഇതിന്റെ 7ാമത്തെയാ. ഇനിയുണ്ട് അങ്ങോട്ട് കുറച്ച്. ഈ മഞ്ഞൊക്കെ ഭയങ്കരമായിട്ട് ഇടിഞ്ഞ് വീഴുന്ന സമയത്ത്, മഴയിലോട്ടൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ, ഇതിന്റെ അടിയിലാണ് നമ്മുടെ വണ്ടിയൊന്നും അതിന്റെ ഇടയിൽ പെട്ടു പോകത്തൊന്നുമില്ല ആൾക്കാരും. ഒരു ടണൽ കയറിയ പോലെ അതിനകത്ത് കയറിയപ്പോ. അങ്ങോട്ട് നോക്കി മേളിൽ നിന്ന് മഞ്ഞുരുകി വരുന്നുണ്ടോ? എനിക്ക് ലഡാക്കിനേക്കാളും ഒക്കെ ഇഷ്ടപ്പെട്ട ഹിമാചല. ഭയങ്കര ഭംഗിയാ, പക്ഷെ വഴി ഭയങ്കര കുഞ്ഞാ. വഴി ചെറിയ വഴിയും ദുർഘടം പിടിച്ച വഴിയാണ്. നമുക്ക് എനിക്ക് സ്പിറ്റി പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. മിക്കവാറും കാറും കൊണ്ട് വരേണ്ടി വരും. കുഞ്ഞുക്കളേ അതുണ്ടോ മഞ്ഞുരുകി വെള്ളം വരുന്നുണ്ടോ? എന്നെ ഹൈറ്റിൽ നിന്ന് വരുന്നതെന്ന് നോക്കിയത് ഇങ്ങനെ വന്ന് താഴെ ഈ നദിയിലേക്ക് വന്ന് ചേരുക. മഞ്ഞ് ഉരുകി തീർന്നാ. നേരെ മുന്നേ അകലത്ത് നോക്കിക്കേ, അതുണ്ടോ മഞ്ഞ്? അവിടെ മഞ്ഞുരുകുമ്പോ ഇവിടെ എങ്ങനെ വെള്ളം വരും? അവിടെ ഉരുകിട്ട് വന്നതല്ല, ഈ മലയുടെ മുകളിലും ഉണ്ടായിരുന്നു. താഴേന്ന് വണ്ടി ഇപ്പഴാ കയറി വരാൻ തുടങ്ങി. എന്നാന്നറിയത്തില്ല, ചിലപ്പോൾ അവിടെയും ഒരു ലൈനായാലും ആയിരിക്കുള്ളൂ വണ്ടി പോകുന്നുള്ളായിരിക്കും. ഇടിഞ്ഞു കിടക്കുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെയെല്ലാം കട്ട് ചേസ് വണ്ടിയാ, ബസ്, സർക്കാർ ബസ്. ഹിമാചൽ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കിലോ. ഇതുണ്ടോ റോഡ് ഇടിഞ്ഞു പോകുന്ന ഇങ്ങനെ. ഇത് അതിനടിയിലോട്ട് നോക്കിയേ, അതുണ്ടോ? ആ കെട്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ അടിയിൽ എന്തേലും ഉണ്ടോ? ഇങ്ങനെ റോഡ് ഇടിഞ്ഞു വന്നത്. ഇപ്പം വെള്ളം വരികയാണെങ്കിൽ മഴ അല്ല, വലിയ മഴ വരുമ്പോഴത്തേക്കും അടിയിൽ നിന്ന് പോവും, മണ്ണിടിഞ്ഞങ്ങ് പോകും. ഇത്ര നേരം അതിന് വേണ്ടല്ലോ. ഓ ഇവിടെ ടാറിങ് നടക്കാം കേട്ടോ, അല്ല വഴി ഇടിഞ്ഞൊന്നും അല്ലെന്ന് തോന്നുന്നു. ഒരു സൈഡേ വണ്ടി വിടുന്നുള്ളൂ, അതുകൊണ്ടാ. ആ ലഡാക്കിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഉണ്ടല്ലോ, ഈ മലയും കുന്നും മരവും ഒക്കെ കാണുമ്പോ കിട്ടുന്ന ഒരു സമാധാനം. എന്റെ പൊന്നോ, എനിക്കാണെങ്കിൽ തലവേദന എടുത്തിട്ട് 2 ദിവസമായിട്ട് തല പൊക്കാൻ മേലായിരുന്നു. എനിക്ക് ഇപ്പോഴേ ഇത്തിരി ആശ്വാസമായത്. വീഡിയോ എടുത്തിട്ടേ ഈ ഫ്രെയിമേലേക്ക് നോക്കിയിട്ട് പച്ചപ്പ് കണ്ടിട്ട് കണ്ണിനൊരു സുഖം. അതെ, ഇത്രയും ദിവസം അങ്ങനെ അല്ലായിരുന്നല്ലോ. ഇപ്പൊ അത്രയും ദിവസം കണ്ണാടിയും വെച്ചോണ്ടല്ലേ ഇരുന്ന്, അവിടെ സൂര്യപ്രകാശം കൂടുതലായോണ്ട്. അതൊക്കെ മാറ്റി ഇപ്പൊ എന്താ സുഖം. നല്ല തിരക്കുണ്ടല്ലേ. പിന്നെ ടൂറിസ്റ്റുകൾ എന്തേരം വരുന്ന ഇവിടെ. ഇത്രയും ദിവസം കൂടി ഇത്രയും തിരക്കുള്ള വഴി ഇപ്പോഴാണ്. തിരക്കുള്ള വഴി ആൾക്കാരെയും കാണുന്ന ഇപ്പൊ. ഈ ടൂറിസ്റ്റ് പ്ലേസുകളിലെ ഭയങ്കര തിരക്കാണെങ്കിൽ നമുക്കൊരു സുഖമില്ല. ശരിയാ. ഇപ്രാവശ്യം നമ്മൾ പഹൽഗാമൊക്കെ ചെന്നാൽ കറക്റ്റ് ആയിരുന്നു, ഒരു മനുഷ്യനും ഇല്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു. പക്ഷെ എല്ലാം ഓപ്പൺ ഒന്നും അല്ലായിരുന്നു. എന്നാലും കുറച്ചെങ്കിലും ആൾക്കാർ വേണം, എന്നാലേ ഒരു സുഖമുള്ളൂ. ഒത്തിരി തിരക്കായാലും കൊള്ളത്തില്ല. അല്ല, ഭയങ്കര ക്രൗഡ് ആകുമ്പോ മെയിൻ പ്രശ്നം വരുന്നത് എന്നാന്നറിയോ? ഇപ്പൊ നമ്മള് ലഡാക്കിൽ എല്ലായിടം കണ്ടു, ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റും ആയിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മിക്കയിടത്തും ഭയങ്കര പ്ലാസ്റ്റിക്കും അങ്ങനെ കുറെ വേസ്റ്റ് കൂടും. നമ്മളീ പോകുന്നൊക്കെ ഉണ്ടല്ലോ വൈൽഡ് ലൈഫ് സാങ്ച്വറി കൂടെയാ. താഴേക്ക് മഴ കുറവാന്ന് തോന്നുന്നു. മഴ കുറവായിട്ടിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടോ ഇവിടെ എല്ലാം ഇടിഞ്ഞു പോയതാ. പഴയ വഴിയായിരുന്നു ഈ സൈഡ്. അതാ മറ്റേ സ്നോ പ്രൊട്ടക്ഷന്റെ ഇതാന്ന് തോന്നുന്നു. അല്ല, അത് പോയി കഴിഞ്ഞിട്ട് ഇത് പിന്നെ പറഞ്ഞതാണെന്ന്. അതോ അല്ല, അതിന്റെ മുകളിലേക്ക് മേളീന്ന് വന്ന് വീണ കല്ല് വന്ന് വീണേക്കുന്ന. ഇത് മിക്കവാറും ഉരുള് പൊട്ടി വന്നതായിരിക്കും മോളിൽ. ഇതാണല്ലോ ഇവിടെ എല്ലാം കിടപ്പുണ്ട്. നോക്കി എന്തേരം എന്നാ വലിയ കല്ലുകളാ വന്ന് കിടക്കുന്നത്. അതിന്റെ മുകളിലും കിടപ്പുണ്ട് ഒത്തിരി കല്ല്. ഇവിടുത്തെ തിരക്കാന്ന് തോന്നുന്നു നമ്മള് മേളിൽ നിന്ന് കണ്ടേ. അല്ലല്ല, അത് വേറെ ആയിരുന്നു. അത് വേറെ. ഇത് റോപ്പ് വേ ആൻഡ് സ്കീ സെന്റർ. ഇവിടുന്ന് റോപ്പ് വേ ഒക്കെ. റോപ്പ് വേ ആൻഡ് സ്കീ സെന്റർ.
നമ്മളൊന്ന് ഗുൽമാർഗിൽ പോയി കയറിയ പോലെ കേബിൾ കാർ മേളിൽ ആ ഇവിടുന്നല്ലേ ആ മലയിലേക്ക്. ഇതിലും വലിയ മല കയറിയിട്ടല്ലേ നമ്മൾ വരുന്നേ. അതെ. ഓ ഏതത്ര സുഖമില്ലായിരുന്നു. വലിയ സുഖമാണ്. എന്ത് അല്ലേ? അതെ, ഓൾറെഡി തലവേദന എടുത്ത് അവിടെ പോയി. കുഞ്ഞികളെ ഗൊണ്ടോലയൊക്കെ അവിടെ പോയി കയറിയില്ലേ, പിന്നെ ഇവിടെ കയറണോ? ഒട്ടും വേണ്ട. എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ? തലവേദന എടുത്ത് ഞാൻ ചത്തു മുകളിലോട്ട് കയറിയപ്പം. ആ. പിന്നെ ഇത് പിന്നെ അത്രയും പൊക്കം കാണുകയില്ല. ഇത് കുറച്ചേ ഉള്ളൂ, അധികം ഹൈറ്റ് ഇല്ല. ഈ മരങ്ങൾ നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ഇവിടെ ഈ ATV എല്ലാം മൂടിയിട്ടേക്കാണല്ലോ. എനിക്ക് തോന്നുന്നത് ഇവിടെ ടൂറിസ്റ്റുകൾ കുറവാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതൊക്കെ അല്ലേ? ആ അതെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന അത്രയും ടൂറിസ്റ്റുകളില്ല കേട്ടോ ഇപ്രാവശ്യം. ആ മലമുകളിലേക്ക് നോക്കി എന്ത് വീടുകളാന്ന് കണ്ടോ. വീടും ഹോട്ടലുകളൊക്കെ ആയിരിക്കും. വീടും ഹോട്ടലും റിസോർട്ടും ഒക്കെ ഉണ്ട്. സോളങ് വില്ലേജ്. നമ്മളിപ്പോൾ സോളങ്ങിലെത്തി. ഇവിടെ കണ്ടില്ലേ കടകളൊക്കെ മൂടിയിട്ടേക്കുവാ. എല്ലാ കടകളൊന്നും ഓപ്പൺ അല്ല. ആ കുറെ ആക്ടിവിറ്റീസും ക്ലോസ്ഡ് ആട്ടോ. ഇതുണ്ടോ ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ, എന്നിട്ട് അതൊക്കെ ഓഫാ കൗണ്ടർ നമ്പരൊക്കെ. യാക്ക് മനസ്സിലായില്ലേ കണ്ടിട്ട്? ഇത് യാക്കെന്ന് പറഞ്ഞാൽ ഇത് അതിലും വലിയ യാക്കാണല്ലോ അല്ലേ? അതെ, ഇതുപോലത്തെ ഇതിലും വലുതാണ് ഷിംലയിൽ നമ്മൾ കണ്ടത്. തേനീച്ചക്കൂട് മാത്രം. ഇവിടെ ദേവദാരു മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പൈൻ ട്രീ വ്യത്യാസമുണ്ട്. ഇതെല്ലാം തമ്മിൽ കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇവിടെ താഴെ ഹോട്ട് എയർ ബലൂൺ ഒക്കെ ഉണ്ട്. അത് നമ്മളന്ന് വന്നപ്പോൾ വലിയ ദൂരത്തോട്ടൊന്നും അല്ല, ചുമ്മാ താത്തിയിട്ട് പൊക്കും. അങ്ങനെ തന്നെ അന്ന് കണ്ടേ. ലേ ലഡാക്ക് പോകുന്ന ആളാ കേട്ടോ അത്. സൈക്ലിംഗ് കൊണ്ടല്ലേ? സൈക്കിളല്ലേ? അപ്പൊ പുള്ളി നമ്മൾ ഇന്നലെ വന്ന വഴിയെ കൂടെ വേണ്ടേ അങ്ങോട്ട് പോകാൻ? അതാണ്. ഈ ഒരു പ്രായത്തിൽ ആ പുള്ളിയുടെ ആ ഒരു സ്പിരിറ്റ് കണ്ടോ, അതാണ് നമ്മൾ കണ്ടത്. അതെ, ഇത്രയും കയറ്റോ ഈ സൈക്കിൾ തള്ളിക്കൊണ്ടല്ലേ പോകാൻ പറ്റുള്ളൂ. യാത്രയുടെ അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാ. അതുകൊണ്ടാണല്ലോ ഇന്നലെ ഇപ്പൊ അവരെ രണ്ടുപേരെ കണ്ടില്ലേ ബൈക്കിന് ഇത്രയും ദിവസം. അങ്ങനെ എന്തോരം പേര് പോന്നു. അതെ, ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന മരം ഇത്, കാശ്മീരി വില്ലോ. അവിടെ ഉള്ള മിക്ക മരങ്ങളും ഇവിടെ ഉണ്ട്. ആ, നമ്മള് പഹൽഗാമിലും ശ്രീനഗറിലും കണ്ട എല്ലാ മരങ്ങളും തന്നെ ഇവിടെയുണ്ട്. ഈ മതിൽ കെട്ടിയേക്കുന്നതിന്റെ അപ്പുറം മൊത്തം കല്ലാ വന്ന് കിടക്കുന്നത്. ആ നദിയാ. അങ്ങോട്ട് നോക്കിയേ. നോക്കിയേ. അയ്യോ നോക്കിയേ. അയ്യോ, അന്നേരം അന്ന് വന്ന വെള്ളം തന്നെ ആയിരിക്കും അല്ലേ? അതെ അതെ, അതുകൊണ്ടോ? മറ്റേ റിവർ ആട്ടോ ഇത്, ബീച്ച് റിവർ. ഓ, അങ്ങ് മലയുന്നതേ മഞ്ഞ് ഉരുകി വെള്ളം വരുന്നുണ്ട്. ഓ, നദി കണ്ടോ? ഇപ്പം വെള്ളമൊന്നുമില്ല, പക്ഷേ ഇതിലെ വെള്ളം വരുമ്പോഴത്തെ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കി. എന്നാ വലിയ പാറക്കല്ലുകളാണ് കിടക്കുന്നതെന്ന്. അതെ, ചായ മുന്നോട്ട് ആവശ്യത്തിന് പറഞ്ഞു വിട്ടേക്കുക. എന്നതിനെ? രാവിലെ ചോറ് വെച്ചായിരുന്നു, കറിക്ക് വേറൊന്നുമില്ല. അപ്പുറത്ത് ചിക്കൻ കിട്ടുമെന്ന് പറഞ്ഞേ. കറിക്ക് വേറെ ഒന്നും ഇല്ല, അഴിയൊന്നുമില്ല. അതിനകത്ത് പയറും പരിപ്പും ഒക്കെ ഇരിപ്പുണ്ട്, കടലൊക്കെ. ഇതൊക്കെ ഇനി എന്ന് വെക്കും? ഞങ്ങൾക്ക് ശാല ചിക്കൻ വേണമെന്ന് ഇപ്പൊ പെട്ടെന്ന് തന്നെ ഞങ്ങൾ റെഡി ആയിക്കോളാം. അപ്പൊ പിന്നെ സമയം പോകും. ഇല്ല, പെട്ടെന്ന് റെഡിയാക്കാം. 1/2 മണിക്കൂർ അത്രേ ഉള്ളൂ. ചിക്കനും മട്ടനും ഒക്കെ വെക്കുന്നോണ്ട് കൊണ്ട് വയറും പരിപ്പും ഒക്കെ വണ്ടിക്കകത്തിരിക്കുക. ഇനി ഇവരെ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ വയറും പരിപ്പും കഴിക്കണം. നിങ്ങൾ കഴിച്ചോ, കുഴപ്പമില്ല, ധൈര്യമായിട്ട് കഴിച്ചു. ബൈക്ക് റൈഡേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ബൈക്ക് റൈഡേഴ്സ് തന്നെയൊന്നുമല്ല, ഈ SUV-കൾ ഒരുപാടുണ്ട്. അവനെ എവിടാ ചിക്കൻ മേടിക്കാൻ വിട്ടാ? ഇപ്പൊ ഇവിടെ ഒതുക്കാൻ ഇടയില്ലല്ലോ. അടുത്തുണ്ടെന്നും പറഞ്ഞ് ആരോട് ചോദിച്ചിട്ടാ പോയേക്കുന്നത്. അവിടെ സൈൻ ബോർഡ് ഒക്കെ ഉണ്ട്, മാർക്കറ്റ് അപ്രോച്ചിങ് നാരോ റോഡ് ഹെഡ്. ഇനിയിപ്പോ അങ്ങോട്ടെല്ലാം കുഞ്ഞു വഴിയാ. അങ്ങോട്ട് നോക്കി റോസപ്പൂ ഉണ്ടോ, പള്ളിയായിട്ട് കയറ്റി വിട്ടേക്കുക. ഏതൊക്കെയാലും ഇവിടെ ഒരു ശകലം സ്ഥലം കിട്ടി. ഇതുണ്ടോ, സൈക്കിൾ ചവിട്ടി ഒരാൾ കയറി വരുന്നുണ്ടോ ഈ കയറ്റം? നല്ല പ്രായമുള്ള മനുഷ്യൻ കേട്ടോ. പ്രായമുള്ള ആളാ. അതെ, കണ്ടുപിടിക്കേ. ഞാൻ എന്നെ കണ്ടുപിടിക്കാൻ, എനിക്ക് സൈക്കിൾ ചവിട്ടാനൊക്കെ അറിയാം. അതെ അതെ, ചായ വിളിച്ചായിരുന്നു, കടയെല്ലാം അടച്ചേക്കുക. അതുകൊണ്ട് ചിക്കൻ ഇല്ല, നമുക്ക് മുളക് ചാലിച്ച് ചോറണം. ആയിക്കോട്ടെ. എവിടെ ചായ എവിടെ നിൽക്കുന്നത്? താഴെ ഉണ്ട്. ആണോ? ആ, താഴെ ഒരു ചുമപ്പിട്ട് ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ടോ? എവിടെ കണ്ടില്ല? റൈറ്റ് സൈഡിലുണ്ട്. ആ, അവിടുന്ന് ഇവിടെ വരെ നടന്നു വന്നു അല്ലേ? രാജേഷ് പറഞ്ഞ നമുക്ക് ഷിംല ചെന്ന് ചിക്കൻ മേടിക്കാന്ന്. ഷിംല എവിടെ കിടക്കുന്നു? പറഞ്ഞേ മാറിയതാ, മണാലി എന്നുള്ളത് മാറിപ്പോയതാ. ഇതൊരാള് കൈ കാണിക്കുന്നത്. ഉരുളാങ്കല്ലുകൾ എന്തരാന്ന് നോക്കിയാ നദിയിൽ കിടക്കുന്നത്. അതെ,
ഇവിടുത്തെ മോശം ഖരാബായോണ്ടേ ആ കടയിൽ കിടച്ച് അവര് വീട്ടിൽ പോയി. വീട്ടിൽ പോയി. ആ കഞ്ഞി വെച്ച സ്ഥിതിക്ക് വല്ല അച്ചാറും ഉണ്ടെങ്കിൽ അതും കൂട്ടി മുണുങ്ങ. അച്ചാറില്ല. ആണോ? മീനച്ചാറ് കുറച്ചിരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ചൂടാക്കിയാലോ? ആ നിങ്ങളേ കാലാവസ്ഥ മോശമായോണ്ട് കടയൊക്കെ നേരത്തെ അടച്ചിട്ട് ആൾക്കാർ പോയി. നിങ്ങളീ നമ്മുടെ അവിടുത്തെ പോലല്ലേ, ഇവിടെ മഴ തുടങ്ങി എങ്ങനെയാണെന്നറിയോ? ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങിയാലും മൊത്തം മലയൊക്കെ ഇടിഞ്ഞിടിഞ്ഞിങ്ങ് പോരും. നമ്മൾ വന്നപ്പോ ചെറുതായിട്ടുണ്ടായിരുന്നല്ലോ. ഇത്രയും ചെറുതല്ല, വെള്ളം ഒഴുകാനും മാത്രം. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയേക്കാം അല്ലേ? എങ്ങനെ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയേക്കാന്ന്. ഞാനൊന്നും വരത്തില്ല. ഇപ്പൊ കാലാവസ്ഥ മോശമാന്ന്. അതെ, പുറകെ നിന്ന് ഒരാൾ പറയുന്നത് എനിക്ക് വീട്ടിൽ പോണോന്ന്. അതെ അതെ. അപ്പൊ ഏത് കേക്കണം ഞങ്ങള്? നാമക്കുട്ടിക്ക് വീട്ടിൽ പോണോ? ആരെ കാണാനാ? എന്തിനാ വീട്ടിൽ പോന്നെ? അതെ അതെ. എന്തിനാ എന്നിട്ട് അച്ഛന്മാരെ തന്നെ ഇട്ടിട്ടെങ്കിൽ പോന്ന? വീട്ടിൽ ഇരുന്നാ പോരായിരുന്നോ? തണുപ്പാ. കുളിക്കണ്ടേ വെള്ളത്തില്, വെള്ളച്ചാട്ടത്തിൽ? അപ്പൊ പിന്നെ വീട്ടിൽ പോയി എങ്ങനെ ശരിയാവുന്നേ? വേണ്ട, വീട്ടിൽ പോണ്ട. അന്നേരം വീട്ടിൽ പോകണ്ട. ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങണം. നമ്മളെ ലേന്ന് വരുമ്പോഴേ മണാലി കഴിഞ്ഞിട്ടാ കുളു മണാലി ഒരു 30-35-40 കിലോമീറ്ററിന്റെ അകലമുള്ള. യാക്കിന്റെ പുറത്ത് കയറണോ നാമക്കുട്ടി? ഇതുണ്ടോ? ഇത് കണ്ടോ? വലിയ മാമ ഇതേ നിൽക്കുന്ന എന്നാ രോമാന്ന് നോക്കിയാ. പിന്നെ മുളക് ചാലിച്ചു, മുളക് ചാലിച്ചോട്ട് ഉച്ചക്കത്തെ കഴിക്കാം. ഉപ്പുമാങ്ങയോ? അമ്മയോട് പറ, അമ്മയുടെ സ്പെഷ്യലാ ഉപ്പുമാങ്ങ. അതെ, ചാർജിങ് പോയിന്റ് എല്ലാം പോയി, ഒരെണ്ണമെങ്ങാണ്ടേ ഉള്ളു ഇപ്പൊ വർക്കിംഗ്. ആണോ? ഒരെണ്ണം രാവിലെ അവിടെ ഷോർട്ടായി, ഞാൻ ഇങ്ങനെ കുത്താനപ്പോ പുകയുന്നു. ഇപ്പൊ ആ ഫ്രണ്ടിലത്തെ ഒരെണ്ണം ഉള്ളു. അതെ, അത്തിപ്പഴം പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇത്രയും കാലം ഫോണിന് റേഞ്ച് ഇല്ലായിരുന്നു. റേഞ്ച് വന്നപ്പോ ഇപ്പൊ ചാർജ് ചെയ്യാൻ മാർഗമില്ല. എന്നാ എന്ത് ചെയ്യും മല്ലയ്യ? ഇത്രയും വേറെ റെയിലായോണ്ട് എല്ലാ ഫോണും കൂടെ ചാർജ് ചെയ്യണേ നല്ലൊരു സമയം എടുക്കും. അതുമല്ല, ഡ്രൈവർ സീറ്റ് ക്യാബിനുണ്ടായിരുന്ന സാധനം അത് നേരത്തെ പോയി. ആണോ? അതും പോയിരുന്നോ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. ഇവിടെ ഒരെണ്ണം അങ്ങോട്ടുണ്ട്. അതിലിപ്പം 2 ഫോൺ കിടക്കുവോ? അതേപോലെ തന്നെ വാട്ടർ ഹീറ്റർ. അതെ, എവിടെ വെച്ചാ പകൽഗാമിൽ വെച്ച് ഒരു പ്രാവശ്യം വർക്കായി. എല്ലാരും നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചു. പക്ഷെ പിന്നെ അത് ചൂടാകുന്നില്ല. എന്നാ ലോഡ് എടുക്കുന്നില്ല. എന്താ പറ്റിയെന്ന് ഇനി നോക്കാം. അതെ. അല്ല, ആദ്യത്തെ അവസാനത്തെ പറഞ്ഞ കുളിയല്ല, ആ ഹീറ്റർ ഉപയോഗിച്ച് ചൂടുവെള്ളം ബാക്കിയുള്ളത്. അല്ല, ആൾക്കാർ തെറ്റിദ്ധരിക്കുവേ. ഉപ്പുമാങ്ങ കഴിഞ്ഞ പാത്രം പഠിക്കുവോ രണ്ടുപേരും? ഇവിടെ ഉണ്ടല്ലോ, ദാമി ഉണ്ടല്ലോ, എനിക്ക് ഇത്ര ഉള്ള ഒരു പീസ് ഉണ്ടെന്ന് ഉപ്പുമാങ്ങ ഉണ്ടെന്ന് തന്നു. ഞാൻ വൈകാറ് മേടിച്ചു, നല്ലതാണോ? ഞാൻ പറഞ്ഞു നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഉപ്പ് കുറവ്. അവിടെ നക്കി അതിന് ഉപ്പ് മൊത്തം കഴിച്ചിട്ട് എനിക്ക് ഇതെന്നാ ഉണ്ടാക്കുന്നേ? ശരിയായി കഴിഞ്ഞാൽ എന്നാന്നതിന് പേര് പറയാം, ശരിയായില്ലെങ്കിൽ പേരൊന്നുമില്ല. മുളക് പൊട്ടിച്ചത്. എണ്ണ ഇവിടെ കടുക് ഇട്ടു, അടുത്തത് കറിവേപ്പില ഇടുന്നു. എന്നാ സാധനം എന്നാന്നുള്ള ഇതൊക്കെ ആകെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം. മുളക് ചാലിച്ചെടുക്കാൻ പോവാന്നേ. ആണോ? മാത്രമേ ഉള്ളൂ, വേറെ ഐറ്റം ഒന്നും ഇല്ല. അതിന് സവാള ഉണ്ടോ? സവാളയൊക്കെ ഉള്ളി വിളിക്കാൻ മതി. ഉള്ളി സമയമില്ലാത്തതിനാൽ ഞങ്ങൾ സവോള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. പെട്ടെന്നാട്ടെ ആക്കെ വെച്ചിട്ട് അതിനകത്തോട്ടിട്ടില്ല കേട്ടോ. ഓ, ഇവര് കണ്ണ് നീട്ടിച്ചല്ലേ റാമി? ആ, കണ്ണ് കയറി ഞങ്ങളുടെ എല്ലാവരുടെ. വെള്ളം വരും, കാണാതിരിക്കുന്ന ഗ്ലാസ് വെച്ച്. ഉപ്പുമാങ്ങ റെഡി. അല്ല, ഇത് ചൂട് കഞ്ഞിക്കകത്തോട്ട് ഇത് കുറച്ച്. ഓ, എനിക്ക് പഴങ്കഞ്ഞിയും മീൻകറി കഴിക്കാൻ തോന്നുന്നു. മുളക് വേണ്ടേ? സൂപ്പർ മുളക് ചാലിച്ചതായിട്ടുണ്ട് കേട്ടോ. ബാക്കി എന്നാ ചെയ്തേ? വെളിയും പോയി സെറ്റപ്പ് ആയിട്ടുവാ. എവിടെയായിരുന്നു നമ്മള് സവോള ഇട്ടവരല്ലേ പറഞ്ഞത്? അത് കഴിഞ്ഞ് ഞങ്ങൾ ശാലം മുളക് പൊടി ഇട്ടെന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ ശാലം വെള്ളം കൂടെ ഒഴിച്ച് സെറ്റാക്കി നിർത്തി. ഇത് 2-3 കറിയുണ്ടോ? ഇതെന്നാ? ഇത് ഉപ്പുമാങ്ങ, തൈര്. പിന്നെ ഇത് കൂടുതൽ തന്നെ വേണം. എല്ലാം മുളകിന്റെ പരിപാടികളാണ്. ഇത് ശരിക്കും പറഞ്ഞ മുളകിനകത്ത് ചായ പറഞ്ഞത് വെള്ളമല്ല ഒഴിക്കുന്നത്. ഞങ്ങളിപ്പോ വെള്ളം ഒഴിച്ച് പുളിവെള്ളം ഒഴിക്കണ്ടേ? വാളംപുളിയാണ് പിഴിഞ്ഞൊഴിക്കേണ്ടത്. അത് നല്ലതാണ്.
എന്നെ ഇങ്ങ് വാ. വാ വാ ചോറിന് പോവാം. കഞ്ഞി ചൂടാക്കണം മുത്തേ. ഞാൻ ചേച്ചിക്ക് വാരി കൊടുക്കുവേ. എനിക്ക് തന്നേരാ. എന്റെ സൂര്യാമ്മ, എന്റെ സൂര്യാമ്മ. എന്നാ വാ, ചോറ് തരാം. ചോറും തൈരും ഉപ്പുമാങ്ങയും മുളകും. നമുക്കിട്ട് പോയി എന്നാ വേണ്ടേ? ആ മീൻ അതാരാ മുത്തുച്ചാച്ചേ ഇപ്പോൾ ഓർപ്പിച്ച മീനിന്റെ കാര്യം. മീൻ നമുക്കേ അങ്ങോട്ട് ചെല്ലുമ്പോൾ മേടിച്ചാൽ ആഗ്രഹം പറഞ്ഞ മീനില്ല, ഇപ്പോൾ ചോറ് വേണ്ട നമുക്ക്. അതെ അങ്ങോട്ട് നാളെ മേടിച്ചാലാം മീൻ. വിശക്കുന്നുണ്ടാവില്ല. ആ മീൻ അച്ചാറുണ്ടല്ലോ, മീൻ അച്ചാർ. തൈര് കൂട്ടി കഴിച്ചോ? തൈര് ഒഴിച്ചിട്ടുണ്ട്. തൈരുണ്ട് തൈര്. രാവിലെ ആ പയറ് മാത്രം മതിയായിരുന്നു. ആ പയറ് കൂട്ടിട്ട് കഞ്ഞി കുടിച്ചു. ഇങ്ങോട്ടെന്നപ്പോൾ ഇപ്പം ഇച്ചിരി ആരോഗ്യമൊക്കെ ആയി എന്ന് പറഞ്ഞാൽ ഓക്സിജൻ നല്ലപോലെ ഉണ്ട്. ഏതാ പയറില്ല, പയറ് രാവിലെ തീർന്നു. പയർ തീർന്നു പോയി. നമുക്കേ വൈകുന്നേരം നമുക്ക് വേറെ ചിക്കൻ മേടിച്ചാൽ അച്ഛൻ ചിക്കൻ മേടിച്ച് കറി വെക്കാന്നൊക്കെയാ പറയുന്നത്. ഇപ്പം ഇത് കൂട്ടി കഴിക്കും. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ കറിയൊക്കെ കുറവായിരുന്നല്ലോ, എല്ലാവരുടെയും വയറ് നിറഞ്ഞു തൃപ്തിയായി. അപ്പോൾ നമ്മളിപ്പോൾ മണാലി എടുക്കാറായി. അപ്പോൾ ഹിമാചലിലെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.